السلام عليكم ورحمة الله وبركاته. يقول الإمام محمد بن سعيد البوصيري رحمة الله عليه في قصيدة البردة: خالف النفس والشيطان وعصهما وإنهما محضاك النصح فاتهمي ولا تطع منهما خصما ولا حكما فأنت تعرف كيد الخصم والحكم. أستغفر الله من قول بلا عمل لقد نسبت به نسلا لذي عقمي. أمرتك الخير لكن ما اتمرت به وما استقمت فما قولي لك استقمي. ولا تزودت قبل الموت نافلة ولم أصل سوى فرض ولم أصمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഖസീദത്തുൽ ബുർദയിലെ 24, 25, 26, 27, 28 വരികളുടെ ഹ്രസ്വമായ അർത്ഥ വിശകലനവും വ്യാഖ്യാനവുമാണ് ഇവിടെ നടക്കുന്നത്. മഹാനായ ഇമാം ബൂസീരി അദ്ദേഹത്തിൻ്റെ ഖസീദത്തുൽ ബുർദയിലെ രണ്ടാം ഭാഗത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പരാമർശിച്ചത്. നേരത്തെ നാം പറഞ്ഞു വെച്ചതുപോലെ ബുർദയിൽ ഈ ഭാഗത്ത് രണ്ടാം ഭാഗത്തിൻ്റെ പ്രമേയം അത്തഹദീറു അൻ ഹവൻ നഫ്സാണ്. മനുഷ്യൻ്റെ ദേഹേച്ഛകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും താക്കീതുമാണ് ഈ ഭാഗത്തിൻ്റെ പ്രമേയം. ബുസീരി ഇമാം നേരത്തെ പറഞ്ഞതിലൂടെ ചേർത്ത് വെക്കുന്നു: വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമ വഇൻഹുമാ വഹദാക നുസ്ഹ ഫത്തഹിമി. വഖാലിഫിൻ നഫ്സ, അദ്ദേഹം ഉപദേശിക്കുന്നു തൻ്റെ സുഹൃത്തിനോട്, തൻ്റെ അഭിസംബോധിതനോട്, തൻ്റെ സഹോദരനോട് സ്നേഹപൂർവ്വം ഒരു സാരോപദേശം നൽകുന്നു. വഖാലിഫിൻ നഫ്സ, പ്രിയ സഹോദര, പ്രിയ മനുഷ്യ, വഖാലിഫിൻ നഫ്സ, നിന്റെ നഫ്സിനോട്, നിന്റെ ആത്മാവിനോട് നീ എപ്പോഴും മുഖാലഫ ചെയ്യണം, അതിനോട് ധിക്കാരം പ്രവർത്തിക്കണം. അത് പറഞ്ഞത് കേൾക്കരുത് എന്നർത്ഥം. നേരത്തെ പറഞ്ഞ വിഷയങ്ങളുടെ തുടർച്ചയാണ്. ദേഹേച്ഛ മനുഷ്യനെ എപ്പോഴും ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ, തെറ്റുകൾ ചെയ്യാൻ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നിനക്ക് കഴിയണം. വഖാലിഫിൻ നഫ്സ, നിന്റെ ദേഹേച്ഛയോട്, നിന്റെ നഫ്സിനോട് നീ എതിർ പ്രവർത്തിക്കണം. ശൈത്താനോടും നീ എതിർ പ്രവർത്തിക്കണം, പിശാചിനോടും നീ എതിർ പ്രവർത്തിക്കണം. വഅസിഹിമ, അവരിരുവരെയും നീ ധിക്കരിക്കണം. നിന്റെ സ്വന്തം നഫ്സ്, സ്വന്തം സ്വത്വം, നിന്റെ ശരീരം, നിന്റെ ദേഹം, നിന്റെ ദേഹി, നിന്റെ ആത്മാവ്, അതിനോടും പിശാചിനോടും ഒരുപോലെ നീ എതിർ പ്രവർത്തിക്കണം. അവരുടെ വാക്കുകൾ, അവരുടെ പ്രലോഭനങ്ങൾ ഒരിക്കലും നീ അനുസരിക്കരുത്. വഇൻഹുമ, ഇനി അവർ രണ്ടുപേരും മഹദാക അന്നുസ്ഹ ഐ മഹദാലക അന്നുസ്ഹ, മഹദ എന്ന് പറഞ്ഞാൽ തനിപ്പിച്ചു, ആത്മാർത്ഥതയുള്ളതാക്കി. വഇൻഹുമ മഹദാക അന്നുസ്ഹ, അവരിരുവരും നിനക്ക് ആത്മാർത്ഥമായ ഉപദേശങ്ങൾ തന്നാലും, അവരിരുവരും നിനക്ക് ഉപദേശങ്ങൾ ആത്മാർത്ഥതയുള്ളതാക്കിയാലും എന്ന് പറഞ്ഞാൽ വളരെ സിൻസിയറായി, വളരെ ആത്മാർത്ഥമായി അവർ നിനക്ക് ഉപദേശങ്ങൾ തരികയാണെങ്കിൽ പോലും ഫത്തഹിമി, ഇരുവരെയും നീ തെറ്റിദ്ധരിക്കണം. തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ അവരിരുവരെയും നീ അനുസരിക്കരുത് എന്നർത്ഥം. അവരുടെ ഉപദേശങ്ങൾ ശരിയല്ല എന്ന് നീ മനസ്സിലാക്കണം. അവർ എത്ര ആത്മാർത്ഥമായ ഉപദേശങ്ങൾ തരികയാണെങ്കിൽ പോലും അവരുടെ ഉപദേശങ്ങൾ ശരിയല്ല, അത് യാഥാർത്ഥ്യം ഉദ്ദേശിച്ചുള്ളതല്ല, എൻ്റെ നന്മ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്ന് നീ തിരിച്ചറിയണം. ഇത്തഹിമി എന്ന് പറഞ്ഞതിനർത്ഥം അവരെ നീ വിശ്വാസത്തിലെടുക്കരുത് എന്നർത്ഥം. അവരെ വിശ്വാസത്തിലെടുക്കരുത്. അവർ എത്ര ആത്മാർത്ഥത പുലർത്തുന്നവരാണെങ്കിലും, എത്ര ആത്മാർത്ഥത അവരുടെ വാക്കുകളിൽ അവർ പൊലിപ്പിച്ചു കാണിക്കുന്നവരാണെങ്കിലും അതിൽ നീ വീഴരുത്. അവരുടെ ആത്മാർത്ഥതയെ നീ സംശയിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു വിശദീകരണം തന്നെയാണ്. മനുഷ്യൻ്റെ ആത്മാവ്, മനുഷ്യൻ്റെ ദേഹി എപ്പോഴും അമ്മാറത്തും ബിസുവാണ്. അന്നഫ്സ് എന്ന് പറഞ്ഞാൽ നഫ്സുൽ അമ്മാറത്തും ബിസു, മനുഷ്യൻ്റെ നഫ്സ് ഇന്ന നഫ്സല അമ്മാറത്തും ബിസു. പ്രവാചകർ പോലും പറഞ്ഞത്, യൂസുഫ് നബി അലൈഹി സ്വലാം പോലും പറഞ്ഞത്, മാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസു. കുറ്റവിമുക്തമാക്കാൻ സാധ്യമാക്കാത്ത
എപ്പോഴും അങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ, ആരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒന്നാണ് ഓരോ മനുഷ്യൻ്റെയും ശരീരം. അതിനെ എപ്പോഴും സൂക്ഷിച്ചു വേണം. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, അദ്ദേഹം പിശാചിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് തരുന്നതിന് മുമ്പേ, ശൈത്താനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പോലും അദ്ദേഹം പറഞ്ഞത് സ്വന്തം നഫ്സിനെ കുറിച്ച് സൂക്ഷിക്കണമെന്നാണ്. പ്രവാചക വചനങ്ങളിൽ, ഹദീസുകളിൽ നമുക്ക് ഒരുപാട് അഭിഷേകമായുള്ള സൂചനകൾ കാണാം. നഫ്സുകല്ലത്തി ബൈന ജംബൈക്, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഒരു നിന്റെ ശത്രുക്കളിൽ ഏറ്റവും വലിയ ശത്രു, നിന്റെ ശത്രുക്കളിൽ നിന്നോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള കൊടും വൈരി എന്ന് പറയാവുന്ന ബദ്ധശത്രു ആരാണ്? നഫ്സുകല്ലത്തി ബൈന ജംബൈക്, നിന്റെ ഇരു പാർശ്വങ്ങൾക്കിടയിലുള്ള നിന്റെ സ്വന്തം മനസ്സാണ്, നീ തന്നെയാണ്. പിശാചു പോലും പിന്നീടാണ് വരുന്നത് എന്ന്. വന്നഫ്സു അഖ്ബസു മിൻ 70 ശൈത്വാന, 70 പിശാചുകളെക്കാൾ ഭീതിതനാണ്, ഭീഷണമാണ്, അപകടകരമാണ്. 70 പിശാചുകളെക്കാൾ അപകടകരമാണ് ഓരോ മനുഷ്യൻ്റെ, ഒരു മനുഷ്യൻ്റെ സ്വത്വം, അവൻ്റെ സ്വയം ആത്മാവ്, അല്ലെങ്കിൽ അവൻ്റെ ദേഹേച്ഛ എന്ന് പറയുന്ന അർത്ഥം ദ്യോതിപ്പിക്കുന്ന വചനങ്ങളും നമുക്ക് കാണാൻ കഴിയും. സൂഫിസം, തസവ്വുഫ് എന്താണെന്ന് ഒരു മഹാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ദബ്ഹുൻ നുഫൂസ് ബിസുയൂഫിൽ മുഖാലഫാത്ത് എന്നാണ്. വഖാലിഫിൻ നഫ്സ വശൈത്വാന, നഫ്സിനോടും ശൈത്താനോടും മുഖാലഫ ചെയ്യൽ, അവരുടെ വാക്കുകളും പ്രലോഭനങ്ങളും അനുസരിക്കാതെ മുന്നോട്ട് പോകൽ, ധിക്കാരം പ്രവർത്തിക്കൽ, നിഷേധിയാവുക എന്നത് തന്നെയാണ് സൂഫിസം, തസവ്വുഫ്. ദബ്ഹുൻ നുഫൂസ്, ആത്മാവുകളെ അറുക്കലാണ്. ബിസുയൂഫിൽ മുഖാലഫാത്ത്, മുഖാലഫാത്തിൻ്റെ, നിഷേധങ്ങളുടെ, ധിക്കാരങ്ങളുടെ, അഥവാ പിശാചിൻ്റെയും സ്വന്തം നഫ്സിൻ്റെയും പ്രലോഭനങ്ങളോട് സമരം ചെയ്യലിൻ്റെ വാളുകൾ കൊണ്ട്, സമരങ്ങളുടെ വാളുകൾ കൊണ്ട് ആത്മാവുകളെ, ദേഹേച്ഛകളെ അറിവ് ചെയ്യലാണ് സത്യത്തിൽ തസവ്വുഫ് എന്ന് ഈ പറയുന്നതിൻ്റെ സാരം. ഒരു മഹാന്റെ വചനങ്ങളിൽ ഇങ്ങനെ കാണാം, വാക്കുകളിൽ കാണാം, ഇന്നി ബുലിതു ബിഅർബഇൻ നാസുല്ലിതു ഇല്ലാ ലിഅജ്ലി ശഖാവതി വഅനാഇ ഇബ്ലീസ വദ്ദുനിയാ വനഫ്സി വൽഹവ കൈഫൽ ഖലാസു വകുല്ലുഹും അഅദാഇ. 4 ശത്രുക്കളാണ് എനിക്കുമേൽ ചാടി വീഴാൻ നിൽക്കുന്നത്. ആ 4 ശത്രുക്കളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ആ 4 ശത്രുക്കളാരാ? ഇബ്ലീസ് വദ്ദുനിയ വനഫ്സി വൽഹവ. ഇബ്ലീസും ഐഹിക ലോകവും എൻ്റെ നഫ്സ് തന്നെയും അതുപോലെ ശരീരേച്ഛയും. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്ഹിമാ വഇൻഹുമാ മഹ്വാക അൻ-നുസ്ഹ ഫത്തഹിമി. വഖാലിഫിൻ നഫ്സ വശൈത്വാന, സ്വന്തം നഫ്സിനോടും ശൈത്വാനോടും നീ എതിർ പ്രവർത്തിക്കുക. വഅസ്ഹിമ, അവരിരുവരെയും നീ ധിക്കരിച്ചുകൊണ്ടിരിക്കുക. വഇൻഹുമാ മഹ്വാക അൻ-നുസ്ഹ, അവരിരുവരും നിനക്ക് ഏറ്റവും നല്ല സതുപദേശം തനിപ്പിച്ച് ആത്മാർത്ഥമാക്കി നിഷ്കളങ്കമായ ഉപദേശം തരുന്നതാണെങ്കിൽ പോലും ഫത്തഹിമി, ആ ഉപദേശങ്ങളെ നീ നേരാം വണ്ണം ശരിയായ അർത്ഥത്തിലെടുക്കരുത്. ആ ഉപദേശത്തിൻ്റെ ഉള്ളിലുള്ള ഒളിപ്പിച്ചു വെച്ച ചതി കുഴികളെ നീ തിരിച്ചറിയണം എന്നർത്ഥം. ഒരു സംഭവം കൂടെ മഹാന്മാർ ഇത് പറയുന്നൊരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് വെക്കാം. അഥവാ ശൈത്താൻ എപ്പോഴും മനുഷ്യൻ്റെ ശത്രുവാണ്. അവൻ വളരെ ആത്മാർത്ഥമായ ഉപദേശങ്ങൾ തരുന്ന വിധത്തിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടെന്ന് വന്നേക്കും. അവനെ ഒരിക്കലും മുഖവിലക്കെടുക്കരുത്, വിശ്വാസത്തിലെടുക്കരുത്. അബ്ദുൽ വഹാബ് ഷാറാനി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തൊബഖാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു ചെറിയ സംഭവമുണ്ട്. വളരെ വലിയ പാഠമുള്ള ഒരു സംഭവമാണ്. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ മഹത്വവും മറ്റുമൊക്കെ വിവരിക്കുന്ന, ചരിത്രം വിവരിക്കുന്ന കൂട്ടത്തിൽ പറയുകയാണ്. അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ മുമ്പിൽ ഒരിക്കൽ പിശാച് പ്രത്യക്ഷപ്പെട്ടു. ഒരു പ്രകാശത്തിൻ്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു പ്രകാശം പോലെ ഇറങ്ങി വന്നുകൊണ്ട് ആ പ്രകാശത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളിയാളം ഉയരുകയാണ്. അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിർ, മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേര് നടന്നു. യാ അബ്ദുൽ ഖാദിർ അന റബ്ബുക് വഖദ് അഹലൽതു ലക്കൽ മുഹറമാത്. ഓ അബ്ദുൽ ഖാദിർ, ഞാൻ നിന്റെ റബ്ബാണ്, ഞാൻ അല്ലാഹുവാണ്. നിനക്ക് ഇതുവരെ ഹറാമായിരുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് ഞാൻ അനുവദനീയമാക്കി ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞു. പിശാചാണത്, ശൈത്താനാണത്, ഇബ്ലീസാണത്. അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ ഹറാമാക്കിയ കാര്യങ്ങളെ എനിക്ക് അനുവദനീയമാക്കി ഹലാലാക്കി എന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിക്കുന്നത്, എന്നെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് ഇബ്ലീസ് തന്നെയാണ് തിരിച്ചറിഞ്ഞ അബ്ദുൽ ഖാദിർ മുഹീദ്ദീൻ ഷെയ്ഖ് ആ വിളിയാളത്തെ നോക്കി ഇങ്ങനെ പ്രതികരിച്ചു. ഇഖ്സ യാ ലഈൻ, അഭിശപ്തനായ ശപിക്കപ്പെട്ട ലഈനായ ഇബ്ലീസെ, ഇഖ്സ, നീ പോയി തുലൈ എന്ന് പറഞ്ഞ്
തിരിച്ചടിച്ചു. അത് കേട്ടപ്പോൾ ഇബ്ലീസ് ലഭ്യനായി, പിശാച് ലഭ്യനായി. ആ വെളിച്ചം പോയി മറഞ്ഞു. അവിടെ ഇരുളും അതുപോലെ പുകയും പരന്നു എന്ന് മാത്രമല്ല, തിരിച്ച് വളരെ നിസ്സഹായനായി, പരാജിതനായി അവൻ തിരിച്ചു പ്രതികരിച്ചു. നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ഇൽമും ഫിഖ്ഹും ഉള്ളതുകൊണ്ട് നിങ്ങളെ പിഴപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. നിങ്ങളെപ്പോലെയുള്ള 70 ഈ തരീഖ് മിൻ അഹ്ലി ഹാദാ തരീഖ് 70 സൂഫിമാരെ, അതല്ലെങ്കിൽ 70 ആത്മാന്വേഷികളെ, നിങ്ങളെപ്പോലെയുള്ളവരെ വഴിതെറ്റിച്ചിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ നിങ്ങളുടെ അടുക്കൽ എൻ്റെ ഭക്തി വിജയിച്ചില്ല എന്ന ഒരു കുറ്റസമ്മതം ആ സമയം ഇബ്ലീസ് നടത്തിയത്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എങ്ങനെയാണ് അത് തിരിച്ചറിഞ്ഞത്? അത് ഇബ്ലീസാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വെളിയാളമല്ല, ഇബ്ലീസാണ് എന്ന് എങ്ങനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഖൗലിഹി ഖദ് അഹ്ലൽതു ലക്കൽ മുഹറമാത്ത്. അവൻ എന്നോട് പറഞ്ഞില്ലേ ഹറാമൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്നു എന്ന്, അതിൽ നിന്ന് തന്നെ ഞാൻ അവനെ തിരിച്ചറിഞ്ഞു എന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു എന്ന് ഇമാം ഷാറാനി അദ്ദേഹത്തിൻ്റെ തൊബഖാത്ത് ഷാറാനിയിൽ 1-ാം വാള്യം 109-ാമത്തെ പേജിൽ ഈ സംഭവം പരാമർശിക്കുന്നുണ്ട്. അല്ലാഹു അഅലം. ഇനി ബൈത്ത് നമ്പർ 25. വലാ തുതിഅ മിൻഹുമാ ഖസ്മൻ വലാ ഹകമാ ഫഅൻത തഅരിഫു കൈദൽ ഖസ്മി വൽ ഹകമി. വലാ തുതിഅ മിൻഹുമാ, മനുഷ്യ അവർ ഇരുവരിൽ നിന്നും നീ അനുസരിക്കരുത്. ഖസ്മൻ വലാ ഹകമാ, എതിർകക്ഷിയെയും അതുപോലെ തീർപ്പ് കൽപ്പിക്കുന്നവനെയും. ഫഅൻത തഅരിഫു, കാരണം നിനക്കറിയാം, കൈദൽ ഖസ്മി വൽ ഹകമി, മേൽപ്പറഞ്ഞ എതിർകക്ഷിയുടെയും അതുപോലെ ന്യായാധിപന്റെയും തീർപ്പ് കൽപ്പിക്കുന്നവന്റെയും ചതിപ്രയോഗങ്ങളെ, അവരുടെ ചതിയെ, കുതന്ത്രത്തെ നിനക്ക് തിരിച്ചറിയാമല്ലോ. 24-ാമത്തെ വരി തൊട്ട് മുമ്പുള്ള ബൈത്തിൽ അദ്ദേഹം പറഞ്ഞത് വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമ, നിന്റെ നഫ്സിനോടും പിശാചിനോടും ധിക്കാരം പ്രവർത്തിക്കണം. അവരുടെ ഉപദേശം അത് എത്ര ആത്മാർത്ഥതയുള്ള ഉപദേശമാണെന്ന് തോന്നിച്ചാൽ പോലും അത് അനുസരിക്കരുത്. കാരണം അവർ നിന്റെ പരാജയം കാത്തു കഴിയുന്നവരാണ്. അവരെ നീ ധിക്കരിക്കണം, അനുസരിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് പിറകെ പറയാം വലാ തുതിഅ മിൻഹുമാ ഖസ്മൻ വലാ ഹകമ. ഈ നഫ്സിൽ നിന്നും ശൈത്വാനിൽ നിന്നും, മിൻഹുമ അവരിരുവരിൽ നിന്നും എന്ന് പറഞ്ഞാൽ പിശാചിൽ നിന്നും അതുപോലെ നിന്റെ നഫ്സിൽ നിന്നുമുള്ള ഒരു ഖസ്മിനെയും നീ സ്വീകരിക്കേണ്ട, ഹക്കമിനെയും സ്വീകരിക്കേണ്ട. ഖസ്മ എന്ന് പറഞ്ഞാൽ എതിർകക്ഷിയാണ്. അൽ മുജാദിൽ, അൽ മുനാസിഅ എന്നൊക്കെയാണ് അർത്ഥം. ഖാസമ എന്ന് പറഞ്ഞാൽ തർക്കിച്ചു എന്ന, ഖസ്മ തർക്കിക്കുന്നവൻ, എതിർകക്ഷി. ഒരു കേസിൽ എതിർകക്ഷിയായി നിൽക്കുന്ന ആൾക്കാണ് ഖസ്മ എന്ന് പറയുന്നത്. ഖസ്മിനെ നീ അനുസരിക്കേണ്ട. വല ഹകം, ഖസ്മ എന്ന് പറഞ്ഞാൽ എതിർകക്ഷിയാണ്, താർക്കികനാണ്, തർക്കിച്ചു വരുന്ന, അതല്ലെങ്കിൽ കേസുമായി തനിക്കെതിരെയുള്ള പക്ഷത്തെ ഉറപ്പിച്ചു നിൽക്കുന്നവനാണ് ഖസ്മ. ഹകം എന്ന് പറഞ്ഞ കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നവനാണ്. ഹകം ന്യായാധിപൻ, ഹകം ഹക്കീം, ഹാക്കിം ന്യായാധിപൻ, ഹുക്കും ചെയ്യുന്നവൻ. അതല്ലെങ്കിൽ രണ്ട് താർക്കികർക്കിടയിൽ തർക്കത്തിലേർപ്പെട്ട രണ്ട് കക്ഷികൾക്കിടയിൽ സൊല്യൂഷൻ കൊണ്ടുവരുന്ന, അവർക്കിടയിലെ പ്രശ്നം പരിഹരിക്കാനിരിക്കുന്ന മധ്യവർത്തിക്കാണ്, ആർബിട്രേറ്റർക്കാണ് ഹക്കം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നതിനർത്ഥം ഇബ്ലീസും ശൈത്വാനും പല റോളുകളിലും ഒരുപക്ഷെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ അവർ താർക്കികനായി വരും, നിന്നോട് തർക്കിക്കാൻ വരും, നിന്റെ എതിർകക്ഷിയായി വരും. ചിലപ്പോൾ അവർ തർക്കങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്ന ന്യായാധിപനായി വരും എന്ന് പറഞ്ഞ നല്ല റോളിൽ വരും. എന്നാൽ ഈ രണ്ടവസരത്തിലും അവരെ നീ തിരസ്കരിക്കണം. ഇബ്ലീസിൻ്റെയും ഷൈത്വാനെയും ഖസ്മ വേഷവും ഹക്കം വേഷവും നീ തിരിച്ചറിയണം. രണ്ടും അനുസരിക്കരുത്. ഖസ്മ എന്ന് പറഞ്ഞാൽ താർക്കികനായി നിന്റെ എതിർകക്ഷിയായി വരും ഖസ്മ. ഹക്കം തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ന്യായാധിപനായും വരും, അല്ലെങ്കിൽ മധ്യവർത്തിയായി വരും, മധ്യസ്ഥനായി വരും. രണ്ട് റോളുകളിൽ അവർ വരുമ്പോഴും അവരെ നീ തെറ്റിദ്ധരിക്കണം, അവരെ നീ ഉൾക്കൊള്ളരുത്, വിശ്വാസത്തിലെടുക്കരുത്. കാരണം റോളുകൾ പലതാണെങ്കിലും അവരുടെ ഉള്ളിലിരിപ്പ് ഒന്ന് തന്നെയാണ്. വലാ തുതിഅ മിൻഹുമാ, ശൈത്വാനിൽ നിന്നും നഫ്സിൽ നിന്നും ശൈത്വാനിൽ നിന്നും നീ അനുസരിക്കരുത്, അംഗീകരിക്കരുത്. ഖസ്മൻ വലാ ഹകമ, എതിർകക്ഷിയെയും അതുപോലെ മധ്യസ്ഥനെയും രണ്ടിനെയും നീ അനുസരിക്കരുത് എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് നിനക്ക് അവരെ എതിർക്കാം. അവർ ഖസ്മാവട്ടെ ഹക്കമാവട്ടെ, തർക്കിച്ചു വരുന്ന എതിർകക്ഷിയാവട്ടെ, തർക്കം തീർക്കാൻ വരുന്ന മധ്യസ്ഥനാവട്ടെ, അവരുടെ മൊഴികളെ, അവരുടെ അവരുടെ റോളിനെ നീ തള്ളിക്കളയണം. അവരെ അനുസരിക്കരുത്, വിശ്വാസത്തിലെടുക്കരുത്, മുഖവിലക്കെടുക്കരുത്. കാരണം നിനക്കറിയാമല്ലോ. അന്ത താരിഫു, നിനക്കറിയാം. കൈദ് എന്ന് പറഞ്ഞ ചതിപ്രയോഗം, കുതന്ത്രം. അൽ ഖസ്മി വൽ ഹക്കമി, അൽ ഖസം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ നഫ്സ് ഷൈത്വാൻ എന്ന് പറഞ്ഞ ആ ഓരോ ഖസ്മിൻ്റെയും, വൽ ഹക്കമി ആ ഓരോ ഹക്കമിൻ്റെയും, നഫ്സും ഷൈത്വാനും ഖസ്മായി വരുമ്പോഴും ഹക്കമായി വരുമ്പോഴും, തർക്കത്തിലേർപ്പെട്ട താർക്കികനായി എതിർകക്ഷിയായി വരുമ്പോഴും
അതുപോലെ കേസിൽ തീർപ്പ് കൽപ്പിക്കാനെത്തുന്ന ഹക്കമായി മധ്യസ്ഥനായി വരുമ്പോഴും അവരുടെ ചതിപ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം എന്ന് പറഞ്ഞാൽ നീ അറിയണം എന്നർത്ഥം. ഇബ്ലീസ് മനുഷ്യന്റെ ശത്രുവാണ് എന്ന കാര്യം ഖുർആൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുദില്ലുൻ മുബീൻ വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല തുടങ്ങിയ ഒട്ടേറെ വചനങ്ങളിൽ ഇബ്ലീസ് ഓരോ മനുഷ്യന്റെയും മുഅ്മിനായ മനുഷ്യന്റെയും ശത്രുവാണ്, പ്രഖ്യാപിത ശത്രുവാണ് എന്ന കാര്യം ഖുർആനും പ്രമാണങ്ങളും ഒക്കെ സാക്ഷ്യപ്പെടുത്തിയതാണ്. അതുപോലെ സ്വന്തം നഫ്സും അതേ രൂപത്തിൽ തന്നെ. അത് നന്നാക്കിയെടുത്തില്ലെങ്കിൽ പരാജയത്തിലാണ്, നന്നാക്കിയെടുത്തെങ്കിൽ മാത്രം വിജയത്തിലാണ്. ഖദ് അഫ്ലഹ മൻ സക്കഹ വഖദ് ഖാബ മൻ ദസ്സഹ. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വളരെ വ്യക്തമായ കാര്യങ്ങളുമാണിത്. അല്ലാഹു അക്ബർ. ഇനി 26-ാമത്തെ വരി. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിദി ഉഖമി. അസ്തഗ്ഫിറുല്ലാഹ, അല്ലാഹുവോട് ഞാൻ പശ്ചാത്താപം ചെയ്യുന്നു, ഞാൻ പൊറുക്കൽ തേടുന്നു, പാപങ്ങൾക്കു ഞാൻ മാപ്പപേക്ഷിക്കുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. മിൻ ഖൗലിൻ ബിലാ അമലി, പ്രവൃത്തിയില്ലാത്ത വാക്കുകളെ തൊട്ട്, പ്രവൃത്തിയില്ലാത്ത വാക്കുകളിൽ നിന്ന്, പ്രവൃത്തിയില്ലാത്ത അമൽ ഇല്ലാത്ത ഖൗലിൽ നിന്ന് അള്ളാഹുവോട് ഞാൻ പശ്ചാത്തപിക്കുന്നു. ലഖദ് നസബ്തു ബിഹി, നിശ്ചയമായും അങ്ങനെ ചെയ്യുക വഴി, അഥവാ പ്രവൃത്തിയില്ലാത്ത വാക്കുകൾ ഉരുവിടുക വഴി ഞാൻ ചേർത്തിരിക്കുന്നു, ചേർത്തു പറഞ്ഞിരിക്കുന്നു. നസ്ലൻ, സന്താന പരമ്പരകളെ ഞാൻ ചേർത്തു പറഞ്ഞിരിക്കുന്നു. ലിദി ഉഖമി, പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ഷണ്ഡത്വം ബാധിച്ച ഒരാളിലേക്ക് സന്താന പരമ്പരകളെ ഞാൻ ചേർത്തു പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ മുൻവരികളിലൊക്കെ മഹാനായ കവിവര്യർ പറയാൻ, മുൻവരികളിലൊക്കെ അദ്ദേഹം ഉപദേശങ്ങൾ മുന്നോട്ട് വെക്കുകയായിരുന്നു. ഇബ്ലീസിനെ അനുസരിക്കരുത്, ശൈത്താൻ അനുസരിക്കരുത്, നഫ്സ് അമ്മാറത്തുൻ ബിസ്സുആണ്, തിന്മകൾ കൊണ്ട് പ്രലോഭിപ്പിക്കുന്നതാണ്, അതിനെ ധിക്കരിക്കണം, നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യണം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം തുടങ്ങിയുള്ള വലിയ വലിയ സാരോപദേശങ്ങൾ നൽകുകയാണ്. ഒരുപാട് സാരോപദേശങ്ങൾ നൽകിയപ്പോൾ അദ്ദേഹം സ്വന്തം സെൽഫിലേക്ക് ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുകയാണ്. അദ്ദേഹം സ്വന്തം ഒരു ഇന്തിഖാദു നഫ്സ് ചെയ്യുകയാണ്. ഇന്തിഖാദു ദാത്ത്, ഒരു സെൽഫ് ക്രിറ്റിസിസം. അദ്ദേഹത്തിന് തന്നെ ഒരു കുറ്റബോധം പോലെ, കവിക്ക് തന്നെ. അങ്ങനെ അവർ പറയാണ്, ഞാനിങ്ങനെ ഒരുപാട് ഉപദേശിച്ചു നിങ്ങളെയൊക്കെ, ഇബ്ലീസിനെതിരെ, ശൈത്താനെതിരെ, നഫ്സിനെതിരെയുള്ള പടവാളാവണം, ഇച്ഛാശക്തികളെ തോൽപ്പിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും പടച്ചോനെ, ഞാൻ എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ബേജാറിലാണ്. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാൻ, ഞാൻ പശ്ചാത്തപിക്കാൻ. ഖൗലിൻ ബിലാ അമലി, അമലില്ല എനിക്കൊട്ടും. ഇതൊക്കെ ഞാനിങ്ങനെ വലിയ വായിൽ ഉപദേശിക്കുന്നു എന്നല്ലാതെ ഇങ്ങനെയൊക്കെ ഉപദേശിക്കാൻ എനിക്ക് എന്തർഹത? ഈ ഉപദേശങ്ങളൊന്നും ഞാൻ തന്നെ ചെയ്തില്ല, ഇതൊന്നും ഞാൻ തന്നെ അനുസരിച്ചില്ല, എൻ്റെ നഫ്സിനെ ഞാൻ തന്നെ നന്നാക്കിയെടുത്തില്ല, പിന്നെയാണല്ലോ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത് എന്നാലോചിക്കുമ്പോഴുള്ള ഒരു കുറ്റബോധം, ഒരു തവാദു, ഒരു ഹൽമുൻ നഫ്സ്, ഒരു ഇന്തിഖാദു ദാത്ത്, ഒരു ആത്മവിമർശനം അദ്ദേഹം നടത്തുക. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി, അമലില്ലാത്ത ഖൗല്, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. ഖുർആനിൽ അല്ലാഹു വളരെ ഗൗരവതരമായി ചോദിച്ച കാര്യമാണ്. ലിമ തഖൂലൂന, നിങ്ങൾ എന്തിനാ പറയുന്നത്, മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം. കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഅമലൂൻ, അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയാന്നുള്ളത് അല്ലാഹു തആലാക്ക് വളരെ ദേഷ്യമുള്ള കാര്യമാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലൊക്കെ വളരെ താക്കീത് നൽകപ്പെട്ട കാര്യമാണല്ലോ. ഉപദേശിച്ചമയുക, സ്വന്തം ആ ഉപദേശങ്ങളൊന്നും സ്വന്തം പ്രയോഗവൽക്കരിക്കാതെ, ഉപദേശങ്ങൾക്കനുസരിച്ച് സ്വയം നന്നാവാതെ ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കുക എന്നുള്ളത് ഗുരുതരമായ ബാധകമാണ്. അതുകൊണ്ട് അദ്ദേഹം ആ വലിയ കുറ്റബോധത്തോടെ തന്നെ ലജ്ജയോടെ പറയാം, അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി, അമലില്ലാത്ത ഖൗലിൽ നിന്ന് ഞാൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, പ്രവൃത്തിയില്ലാത്ത ഉപദേശങ്ങളിൽ നിന്ന് ഞാൻ അല്ലാഹുവോട് പശ്ചാത്തപിക്കുന്നു. കാരണം അങ്ങനെ ചെയ്യുക വഴി ഞാൻ നിരർത്ഥകമായൊരു കാര്യമാണ് ചെയ്തത്, ഒരു നിരർത്ഥകമായ കാര്യം കൂടിയാണ്. വെറുതെ നാക്കിട്ടടിക്കുക, ഉപദേശിക്കുക, ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊന്നും ജീവിതത്തിൽ പകർത്താതിരിക്കുക എന്നുള്ളത് ഒരു ഷണ്ടന് സന്താന പരമ്പരകളുണ്ട് എന്ന് പറയും പോലെയാണ്. ഞാൻ നേരത്തെ പലപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ ഇമാം ബൂസീരിയുടെ ബുർദയിലെ പല പ്രയോഗങ്ങളും, അതുപോലെ പല വരികളും, പല ശൈലീ പ്രയോഗങ്ങളും ഭാഷയിൽ തന്നെ ആപ്തവാക്യങ്ങളോ ശൈലീ പ്രയോഗങ്ങളോ മഹലുകളോ ഉപമാലങ്കാരങ്ങളോ ഒക്കെ മാറിക്കഴിഞ്ഞു എന്നതാണ് വസ്തുത. ലഖദ് നസബ്തു ബിഹി, അദ്ദേഹം പറയുന്നു, ലഖദ് നസബ്തു ബിഹി, ബിഹി എന്ന് പറഞ്ഞാൽ ഐ ബിശൈഇൽ മദ്കൂർ, ഐ ബിൽ ഖൗലി ബിലാ അമൽ, അമലില്ലാതെ, കർമ്മങ്ങളില്ലാതെ, പ്രവൃത്തിയില്ലാതെ വാക്കുകൾ ഉരുവിടുക എന്ന എൻ്റെ ഈ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഞാൻ ചെയ്തതുപോലെയാണ്. നസ്ലൻ ലദീ ഉഖമി, ഉഖം അഖീം, ദൂ ഉഖം എന്ന് പറഞ്ഞാൽ ഷണ്ഡത്വമുള്ളവൻ, ഷണ്ഡത്വമുടയവൻ. ദൂ ഉഖം അഖീമാണ്, അഖീം എന്ന് പറഞ്ഞാൽ ഷണ്ഡൻ. അപ്പോൾ ഷണ്ഡന് നസ്ൽ എന്ന് പറഞ്ഞാൽ സന്താന പരമ്പര, ദുര്യ. അപ്പോൾ ഷണ്ഡന് സന്താന പരമ്പരയുണ്ട് എന്ന് പറയും പോലെയാണ്. ഷണ്ഡൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാവാത്തവൻ, കുട്ടികളില്ലാത്തവൻ, ഉണ്ടാവാത്തവൻ, ഷണ്ഡൻ ആയിട്ടുള്ളവരാണ്. അങ്ങനെ ഷണ്ഡനായ ഒരാളെക്കുറിച്ച് അവന് കുറേ സന്താന പരമ്പരകളുണ്ട് എന്ന് പറയുന്നത് എത്ര നിരർത്ഥകമാണ്, എത്ര ബാലിഷ്യമാണ്.
കാരണം ഷണ്ഡന് പ്രത്യുൽപാദന ശേഷിയില്ല, അവന് മക്കളുണ്ടാവില്ല. ഷണ്ഡനായ ഒരാളിനെ കുറിച്ച് അവന് സന്താന പരമ്പരകളുണ്ട് എന്ന് പറയുന്നത് പോലെ നിരർത്ഥകമാണ് ഞാനിങ്ങനെ അമൽ ഇല്ലാതെ കൗൽ ചെയ്യുക എന്നുള്ളത്, പ്രവൃത്തിയില്ലാതെ വാക്കുകൾ പറയാന്നുള്ളത്. ഒരു മനുഷ്യൻ നല്ല ഉപദേശങ്ങൾ കുറേ നടത്തുക എന്നുള്ളത് അവന് ആ ഉപദേശങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ, അതിന് ഫലപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ ആ ഉപദേശങ്ങൾ അവൻ ആദ്യം അനുസരിക്കുന്നവനാണ്, അത് ചെയ്യുന്നവനാണ്. ഇല്ലെങ്കിൽ അത് നിരർത്ഥകമാണല്ലോ. ആ നിരർത്ഥകമായൊരു കാര്യം ചെയ്യുന്നതിന് ഉപമയായി അദ്ദേഹം പറയാണ്, ഷണ്ഡന സന്താന പരമ്പരകൾ ഉണ്ടെന്ന് സ്ഥാപിക്കും പോലെ, ഉണ്ടെന്ന് പറയും പോലെ നിരർത്ഥകവും ബാലിഷവും അർത്ഥരഹിതവുമാണ് അമലുകളില്ലാതെ ഞാനിങ്ങനെ കുറെ ഉപദേശം ചെയ്യുക എന്നുള്ളത്. ഇനി 27-ാമത്തെ വരി, അമർത്തുകൽ ഖൈറ ലാകിൻ മഅ്തമർതു ബിഹി ഫമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖിമി. 26-ാം വരിയിൽ പറഞ്ഞതിന്റെ തുടർച്ച തന്നെ. അമർത്തുകൽ ഖൈറ, ഞാൻ നിന്നോട് കുറെ ഖൈറുകളെല്ലാം കൽപ്പിച്ചു. അമർത്തുകൽ ഖൈറ ഐ അമർത്തുക ബിൽ ഖൈർ, ഞാൻ നിന്നോട് കുറെ നന്മകൾ ചെയ്യാനൊക്കെ കൽപ്പിച്ചു. അമർത്തുക, ഞാൻ നിന്നോട് അമ്ര ചെയ്തു, കൽപ്പിച്ചു. അൽ ഖൈറ ഐ ബിൽ ഖൈരി, ഖൈറ് കൊണ്ട് കൽപ്പിച്ചു, നന്മ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പറഞ്ഞിട്ടെന്താ, ലാകിൻ പക്ഷേ മഅ്തമർതു ബിഹി, ആ കൽപ്പന നടത്തിയ കാര്യങ്ങളൊന്നും ഞാൻ സ്വയം അനുസരിച്ചില്ല. അമറ കൽപ്പിച്ചു, ഏത്തമറ ആ കൽപ്പിച്ച കാര്യം സ്വയം ചെയ്തു. സ്വന്തം ചെയ്യുന്നതിന് ഏത്തമറ. മഅ്തമർതു ബിഹി എന്ന് പറഞ്ഞാൽ അനുസരിച്ചില്ല. ഉപദേശങ്ങൾ ഞാൻ ചെയ്തു, പക്ഷേ ആ ഉപദേശങ്ങൾ ഞാൻ സ്വയം ജീവിതത്തിൽ പകർത്തിയില്ല. വമസ്തഖംതു, ഞാൻ നേർവഴിയെ നടന്നില്ല. ഇസ്തിഖാമയിൽ ഞാൻ സഞ്ചരിച്ചില്ല. വമസ്തഖംതു, ഞാൻ മുസ്തഖീമായില്ല. ഫമാ ഖൗലി, പിന്നെ എൻ്റെ വാക്കിന് എന്തർത്ഥമാണ്, പിന്നെ എൻ്റെ വാക്ക് എന്താണ്? ലക, നിന്നോട്, ഇസ്തഖിമി, നീ നേരെ ചൊവ്വെ നിൽക്കൂ എന്ന് എൻ്റെ വാക്ക് പിന്നെ എന്താണ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതിൻ്റെ വിശദീകരണം അതിൻ്റെ തന്നെ വിശകലനമാണ്. ഞാൻ നിന്നോട് ഒരുപാട് ഖൈറുകളൊക്കെ ചെയ്യാൻ കൽപ്പിച്ചു, പക്ഷേ അതൊന്നും ഞാൻ പകർത്തിയില്ല. ഞാൻ നിന്നോട് പറഞ്ഞു ഇസ്തഖിം, നേർ ചൊവ്വെ നടക്കുക. ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ ഒരു മാനൻ ഷാമിലാണ്, വിശാലമായ സമഗ്രമായ അർത്ഥതലങ്ങളുള്ള പ്രയോഗമാണ് ഇസ്തിഖാമ. അള്ളാഹു മനുഷ്യനോട് മുഅ്മിനോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുകയും അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു നിൽക്കുകയും ചെയ്യുന്നതിനാണ് ഇസ്തിഖാമ എന്ന് പറയുന്നത്. ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ ഷറഈന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട ഒരു പദപ്രയോഗമാണ്. അതുകൊണ്ടാണ് ഇസ്തഖിം കമാ ഉമിർത് എന്ന സൂറത്ത് ഹൂദിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചപ്പോൾ, ഫസ്തഖിം കമാ ഉമിർത എന്ന ആയത്തിറങ്ങിയപ്പോൾ ആ ആയത്തിന്റെ ഗൗരവം ആലോചിച്ച് നബി തങ്ങളുടെ ശരീരത്തിൽ ജനാനരകൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിനെക്കുറിച്ച് പ്രതികരിച്ചത്, വിശേഷിപ്പിച്ചത് ശയ്യബത്തിനി സൂറത്ത് ഹൂദ്, സൂറത്ത് ഹൂദ് എന്ന് നിരപ്പിച്ചു കളഞ്ഞു എന്ന്. എൻ്റെ ശരീരത്തിൽ ജനാനരകൾ വരുത്തിയത് സൂറത്ത് ഹൂദാണ്. സൂറത്ത് ഹൂദിലെ ഈ ഫസ്തഖിം കമാ ഉമിർത് എന്ന ആയത്ത് ഇറങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജരാനരകൾക്ക് വിധേയരായത്, അവിടുത്തെ ശരീരം നിലച്ചു തുടങ്ങിയത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അബൂ അലിൽ ജുർജാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, കുൻ സാഹിബ് ഇസ്തിഖാമ ലാ താലിബ കറാമ. തസവുഫിന്റെ മാർഗങ്ങൾ ഉദ്ദേശിച്ച് നടക്കുന്ന സാധകൻ അവൻ അസാധാരണ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്ന കറാമത്തുകൾക്ക് പിറകെ ഓടേണ്ടവനല്ല യഥാർത്ഥ സൂഫി. കുൻ സാഹിബ് ഇസ്തിഖാമ, ഇസ്തിഖാമയാണ് ഏറ്റവും പരമപ്രധാനം, കറാമയല്ല. ലാ താലിബ കറാമ. കറാമ എന്ന് പറഞ്ഞാൽ കറാമത്തു ഔലിയാക്കളുടെ കൈകളിൽ ഔലിയാക്കളിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ഹവാരിഖുല്ലാത്തായ അമാനുഷിക സംഭവങ്ങൾക്കാണല്ലോ കറാമ എന്ന് പറയാം. ശരിക്കും ഒരു വലിയനെ അടക്കാനുള്ളത്, ഒരു സൂഫിയെ, ഒരു വലിയനെ, ഒരു മഹാനെ മനസ്സിലാക്കാനുള്ള മാപിനി, അതല്ലെങ്കിൽ അടയാളം, ക്രൈറ്റീരിയ അയാളുടെ ആ വ്യക്തിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന കറാമത്തുകളല്ല എന്നുള്ളതാണ്, അമാനുഷിക സംഭവങ്ങളല്ല. അദ്ദേഹം ഇസ്തിഖാമയുടെ വഴിയിലാണോ നേർവഴിയിലാണോ നടക്കുന്നത്, യഥാർത്ഥ ശരീഅത്ത് ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ തഖ്വയുടെ വഴി അനുസരിക്കുന്നവനാണോ എന്നതാണ് പ്രധാനം. കുൻ സാഹിബ് കറാമ, കുൻ സാഹിബ് ഇസ്തിഖാമ ലാ താലിബ് കറാമ. മറ്റൊരു മഹാന്റെ വാക്ക് ഇങ്ങനെയാണ്, ദർറത്തു ഇസ്തിഖാമ ഖൈറുൻ മിൻ അൽഫ് കറാമ. 1000 കറാമത്തുകളെക്കാൾ ഒരു അണുവോളം, ഒരു കടുമണിയോളം ഇസ്തിഖാമയുണ്ടെങ്കിൽ അതാണ് പ്രധാനം. ദർറത്തു ഇസ്തിഖാമ. ഇസ്തിഖാമയിൽ നിന്നൊരു ദർറത്ത് എന്ന് പറഞ്ഞ ഒരു അണുവോളം, കടുമണിയോളം നിസ്സാരമാണെങ്കിൽ പോലും അതാണ് ഖൈറുൻ മിൻ അൽഫ് കറാമ. 1000 കറാമത്തുകൾ വെളിപ്പെടുത്തുന്നതിനേക്കാൾ, 1000 കറാമത്തുകൾ കാണിക്കുന്നതിനേക്കാൾ ഖൈറായത്, പ്രധാനമായത് ഇസ്തിഖാമയുടെ ഒരു കടുമണിയാണ്. ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞതായി ഹദീസിൽ കാണാം. ഇമാം തൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഔഹല്ലാഹു ഇലാ ഈസാ ഇബ്നു മറിയം അയ്ദ് നഫ്സക ബിഹിക്മതി ഫഇൻ തഅൽത ഫഇൽ നാസ വഇല്ല ഫസ്തഹി മിന്നി. ഈസാ ഇബ്നു മറിയം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്വയം ജീവിതത്തിൽ പകർത്തണം. നിങ്ങൾ മുത്തായിമാവണം, വായത് മുത്തായിമാവണം. നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയ ശേഷം മാത്രം ജനങ്ങളോട് പറയുക. അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയില്ലെങ്കിൽ പിന്നെ ആ വിഷയം ജനങ്ങളെ ഉപദേശിക്കുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയാണ് വേണ്ടത്. ഫഇൻ നാസ വഇല്ല ഫസ്തഹി മിന്നി. നിങ്ങൾ എൻ്റെ മുമ്പിൽ ലജ്ജാനുവാവണം എന്ന് പറഞ്ഞാൽ
സ്വയം നിങ്ങൾ ഉപദേശിക്കുന്ന കാര്യങ്ങൾ സ്വയം ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ അത് ഉപദേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജയാണ്. ഉപദേശിക്കരുത് എന്നർത്ഥം. ജനങ്ങളോട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സുപദേശം ചെയ്യുന്ന മനുഷ്യ ആളെ അത് അസ്ബഹ്ത മുത്തഹമ, നീ തന്നെ പ്രതിയാണല്ലോ, നീ തന്നെ കുറ്റവാളിയാണ്. ജനങ്ങളിൽ ഒരുപാട് അധാർമികതകൾ നീ എണ്ണി പറയുന്നുണ്ട്, അവരെ നീ ആ വിഷയങ്ങളുടെ പേരിൽ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ നീയും ചെയ്യുന്നുണ്ട്. വാവുക എന്നുള്ളത് ഒരു മാന്യതയാണ്, ധാർമ്മികതയാണ്, അത് മൗലികമായ ഒരു ചുമതലയുമാണ് എന്ന് പറയാം. ഇനി ഖസീദത്തുൽ ബുർദയിലെ 28-ാമത്തെ വരി, അതുപോലെ ഖസീദത്തുൽ ബുർദയിലെ അൽ ഫസ്ലു സാനി ഫി തഹ്ദീർ അൻ ഹവൻ നഫ്സ്, ശരീരേച്ഛകളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് തരുന്ന 2-ാം ഫസ്ലിന്റെ അവസാനത്തെ വരി കൂടിയാണ്. വലാ തസവ്വത്തു ഖബ്ലൽ മൗതി നാഫിലതൻ വലം മുസല്ലി സിവാ ഫർദിൻ വലം അസുമി. വലാ തസവ്വത്തു, ഞാൻ പാഥേയം ഒരുക്കി വെച്ചതുമില്ല. വലാ തസവ്വത്തു, ഞാൻ പാഥേയം ഒരുക്കി വെച്ചതുമില്ല. ഖബ്ലൽ മൗതി, മരണത്തിന്റെ മുമ്പ്. നാഫിലതൻ, സുന്നത്തായ അനുഷ്ഠാനങ്ങൾ, ഐച്ഛികമായ സൽക്കർമ്മങ്ങളൊന്നും ഞാൻ ഒരുക്കി വെച്ചതുമില്ല. വലം മുസല്ലി, ഞാൻ നിസ്കാരങ്ങൾ നിർവഹിച്ചതുമില്ല. സിവാ ഫർദിൻ, ഫർദ് ഒഴികെ, ഫർദായ നിസ്കാരങ്ങൾ ഒഴികെയുള്ള സുന്നത്തുകളായ നിസ്കാരങ്ങളൊന്നും ഞാൻ, ഐച്ഛികമായ സുന്നത്ത് നിസ്കാരങ്ങളൊന്നും ഞാൻ നിർവഹിച്ചുമില്ല. വലം അസുമി, ഫർദായ നോമ്പുകൾ ഒഴികെ സുന്നത്തായ നോമ്പുകളൊന്നും ഞാൻ അനുഷ്ഠിച്ചു വെച്ചുമില്ല. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞു ഖൈർ ഒരുപാട്, പക്ഷേ ആ ഖൈറൊന്നും ഞാൻ ജീവിതത്തിൽ പകർത്തിയില്ല. ഞാൻ നിന്നോട് ഇസ്തഖീം എന്ന് പറഞ്ഞു, ഫമാ ഖൗലിലക ഇസ്തഖീമി, ഞാൻ നിന്നോട് ഇസ്തഖീം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇസ്തിഖാമ ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ആത്മവിമർശനത്തിൻ്റെ തുടർച്ചയാണ്. വലാ തസവ്വത്തു ഖബ്ലൽ മൗതി, മരണത്തിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് ഒരുക്കി വെക്കേണ്ടതായിരുന്നു പാഥേയം. വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ, നിങ്ങൾ പാഥേയം ഒരുക്കി വെക്കണം. സാദ്, യാത്രക്കാരൻ തൻ്റെ കൂടെ കരുതുന്ന യാത്രാ ഭക്ഷണത്തിനാണ് പാഥേയം, അതല്ലെങ്കിൽ പൊതിച്ചോറ്, വഴിച്ചോറ് എന്നൊക്കെ പറയും. അതൊന്നും ഞാൻ ഒരുക്കി വെച്ചില്ല. ജീവിതം ഒരു യാത്രയാണ്. ആ ജീവിത യാത്രയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള പാഥേയം ഒരുക്കി വെക്കേണ്ടവരാണ് യാത്രികൻ. എന്നാൽ ഞാനതൊന്നും ഒരുക്കി വെച്ചില്ല. ഓരോ ഫർദായ നിസ്കാരങ്ങൾ മാത്രം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫർദ് നിസ്കാരങ്ങളും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫർദ് നോമ്പുകളും മാത്രം ഞാൻ ചെയ്യുന്നു എന്നല്ലാതെ ബാക്കിയുള്ള സുന്നത്തായ കർമ്മങ്ങളൊന്നും എനിക്കില്ല. സത്യത്തിൽ ഒരു മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ, സത്യവിശ്വാസി, അവൻ്റെ പാരത്രിക ജീവിതത്തിൻ്റെ വിജയത്തിനു വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വെച്ച് അവൻ്റെ പാഥേയം സമ്പന്നവും സമൃദ്ധവുമാക്കേണ്ടവനാണല്ലോ. അത് ഞാൻ ചെയ്തില്ല എന്ന കുറ്റബോധമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇമാം ബുസീരി മോശക്കാരനായിട്ടല്ല, മഹാന്മാരെങ്ങനെയാണ് കുന്നുകളോളം ഹസനാത്തുകൾ, വലിയ മലകളോളം ഹസനാത്തുകൾ ചെയ്തു വെച്ചാലും അവർക്കത് ഇതൊന്നും ഒരു ഹസനാത്താണെന്ന് അവർക്ക് തോന്നില്ല. അവർ അതിനെ നിസ്സാരമായി കാണും. ചെറിയ ഒരു തെറ്റുകുറ്റമെങ്കിലും അവരിൽ നിന്ന് വന്നുപോയാലോ, വളരെ ചെറിയ ഒരു ചെറുദോഷമെങ്കിലും സംഭവിച്ചു പോയാലോ ലോകത്തെ ഏറ്റവും വലിയ പാപി ഞാനാണ് എന്ന ഒരു തോന്നലായിരിക്കും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകളുണ്ടല്ലോ, യദുന്നുന്നാസു ബി ഖൈറൻ വഇന്നി ലശർറുൽ ഖൽഖി ഇല്ലം യഅഫു അന്നി ഔ ഇല്ലം തഅഫു അന്നി. അല്ലാഹുവേ, ജനങ്ങൾ എന്നെ പറ്റിയൊക്കെ നല്ലതാ പറയുന്നത്. യദുന്നുന്നാസു ബി ഖൈറ, ജനങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത് നല്ല ഒരാളായിട്ടാണ്. പക്ഷേ ഞാൻ ലശർറുൽ ഖൽഖി, സൃഷ്ടികളെ ഏറ്റവും അധമൻ, ഏറ്റവും നിസ്സാരൻ, ഏറ്റവും മോശപ്പെട്ടവൻ ഞാനാണ്. ഇല്ലം തഅഫു അന്നി, നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ഞാൻ വലിയ പാപിയാണ്, വലിയ കുറ്റക്കാരനാണ്, വലിയ മോശക്കാരനാണ്. നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ഞാൻ പരാജിതനാണ്. ജനങ്ങൾ എന്നെ പറ്റി തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാനൊരു നല്ല ആളാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയ നല്ല വ്യക്തിയാണല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ തവാളും ഹൽമുൻ നഫ്സും ആ വിനയവുമൊക്കെ ഇങ്ങനെയാണ് അദ്ദേഹത്തെ പറയിപ്പിച്ചത് എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം തങ്ങളും പറയാണ്, വലാ തസവ്വത്തു ഖബ്ലൽ മൗതി നാഫില, അതിനെ സ്വലാത്തൻ നാഫില, നാഫിലത്തായതൊന്നും ഞാൻ ചെയ്തില്ല. അല്ലെങ്കിൽ ഖുറുബാത്തിൻ നാഫില, ഇബാദാത്തിൻ നാഫില. നാഫില എന്ന് പറഞ്ഞ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ ഐച്ഛികമായി ചെയ്യുന്നത്, ഫർളായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പുറമെ അഡീഷണൽ ആയിട്ട് സപ്ലിമെൻ്ററി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നാഫില. നാഫിലത്തൊന്നും ഞാൻ ചെയ്തില്ല. വലം ഉസല്ലി സിവാ ഫർദിൻ, ഐ സ്വലാത്തി സിവാ സ്വലാത്തി ഫർദിൻ, ഫർളായ നിസ്കാരം ഒഴികെ ഞാനൊന്നും നിസ്കരിച്ചുമില്ല. സുന്നത്തായ കർമ്മങ്ങളൊക്കെ അധികരിപ്പിച്ച് ധാരാളം ഹസനാത്തുകളൊക്കെ ചെയ്ത് എൻ്റെ ഹസനാത്തിൻ്റെ ഭണ്ഡാരം ഞാൻ ഭാരിച്ച് ആക്കിയില്ല, സമൃദ്ധമാക്കിയില്ല. വലം അസുമി, ഐ വലം അസും സിവ
നഫലിൽ നിന്നർത്ഥം. അല്ലാതെ തീരെ ഫർദായ നോമ്പ് പോലും നോറ്റില്ല എന്നല്ല, അങ്ങനെ ചെയ്യില്ലല്ലോ. ഫർദായ നോമ്പുകൾ, ഫർദായ നിസ്കാരങ്ങൾ ഇതൊക്കെ ചെയ്തു എന്നല്ലാതെ, ഇതൊക്കെ മാത്രം ചെയ്തു തൃപ്തിപ്പെടുന്നു എന്നല്ലാതെ സുന്നത്തായ നിസ്കാരങ്ങളോ സുന്നത്തായ നോമ്പുകളോ ഞാൻ അധികമൊന്നും ചെയ്തില്ല. ഇവിടെ നിസ്കാരവും നോമ്പ് മാത്രം പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അത് മതിയല്ലോ സൂചന എന്ന അർത്ഥത്തിലാണ്. ഏറ്റവും പ്രധാനമായ 2 അമലുകളാണ് നിസ്കാരവും നോമ്പും. സക്കാത്ത്, ഉംറ, ഹജ്ജ്, മറ്റ് കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, മറ്റുള്ള കർമ്മങ്ങളൊക്കെ അവിടെയുണ്ട്. എല്ലാം കൂടെ പറയേണ്ടതില്ല. ഉദാഹരണത്തിന് വേണ്ടി ഏറ്റവും പ്രധാനമായ നിസ്കാരവും നോമ്പും പറഞ്ഞു എന്ന് മാത്രം. ഇമാം ബൂസൈരി തങ്ങൾ അർത്ഥഗർഭമായി ഈ ആത്മവിമർശനം ചെയ്യുമ്പോൾ അത് നമ്മളെ പോലെയുള്ളവർക്ക് വലിയ പാഠവും വലിയ സാരോപദേശവും അതിലുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ. അല്ലാഹു അലം. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. يقول الإمام محمد بن سعيد البوصيري رحمه الله رحمة واسعة في قصيدته قصيدة البردة: مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ظلمت سنة من نهي الظلام إلى أن اشتكت قدماه الضر من ورمي، وشد من سغب نحشاءه وطوى تحت الهجارة كشحا مترف الأدم، وراودته الجبال الشم من ذهب عن نفسه فأراها أيما شممي، وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم، وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നേരത്തെ നാം പറഞ്ഞ പോലെ ബുർദ കാവ്യത്തെ 10 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ 3ാമത്തെ ഭാഗം അൽ ഫസ്ലു സാലിസ് ഫി മദ്ഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കുന്ന ഭാഗമാണ് 3ാം ഭാഗം. മൊത്തത്തിൽ ബുർദ കാവ്യം ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്നത് പ്രവാചക പ്രകീർത്തനം തന്നെയാണ്. ബുർദയുടെ ചൈതന്യം മദ്ഹുൻ നബി തന്നെയാണ്. എന്നിരുന്നാലും അതിൻ്റെ ഭാഗങ്ങളെ പ്രമേയങ്ങൾക്കനുസരിച്ച്, ഇതിവൃത്തങ്ങൾക്കനുസരിച്ച് പല ഭാഗങ്ങളായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. 3ാം ഭാഗം പ്രവാചക പ്രകീർത്തനത്തിന് വേണ്ടി നീക്കിവെച്ചതാണ്. നേരത്തെ നാം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ 2ാം ഭാഗത്തിൽ ദേഹേച്ഛയുടെ ദുർവശങ്ങളെക്കുറിച്ച്, ദേഹേച്ഛ മനുഷ്യനെ പ്രലോഭിപ്പിച്ച് തിന്മകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള മുന്നറിയിപ്പാണ്. അത്തഹദീറു അൻ ഹവൻ നഫ്സ് ആയിരുന്നു 2ാം ഭാഗത്തിൻ്റെ പ്രമേയം. അതിൽ കവി ഒരാത്മവിമർശനം കണക്കെ സ്വയം വിലയിരുത്തുന്നുണ്ട്. താൻ ഒരുപാട് നന്മകളൊന്നും ചെയ്തില്ലെന്നും ചീത്തയായ കാര്യങ്ങളിലേക്ക് തൻ്റെ ശരീരം തന്നെ പ്രലോഭിപ്പിച്ച് വശപ്പെടുത്തി കളഞ്ഞുവെന്നും ഒക്കെ ആത്മവിമർശനം നടത്തുന്ന കവി അനുവാചകനെ ബോധ്യപ്പെടുത്തുന്നത്, ശ്രോതാവിനെ ബോധ്യപ്പെടുത്തുന്നത് തൻ്റെ ശരീരേച്ഛകൾക്കെതിരെ എപ്പോഴും പടനയിച്ച് വിജയം വരിക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ ഐഹിക പാരത്രിക വിജയങ്ങൾക്ക് അത്യാവശ്യമാണ് എന്ന കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷമാണ് 29ാമത്തെ വരിയിൽ അദ്ദേഹം ചെന്നെത്തുന്നത്. അവിടെ മഹാനവറുകൾ ഇങ്ങനെ പറയുകയാണ്: വലംതു സുന്നത മൻ നഹയൽ ളലാമ ഇല അനിഷ്തകത ഖദമാഹു ളുർറ മിൻ വറമി. താൻ ഒരുപാട് സുന്നത്തുകളൊന്നും ചെയ്തില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഒരുപാട് സുന്നത്തായ കർമ്മങ്ങൾ, നിസ്കാരമോ നോമ്പോ ഒക്കെ ഫർദിൽ മാത്രം താൻ പലപ്പോഴും ഒതുങ്ങി നിൽക്കുന്നു എന്ന്, സുന്നത്തായ കാര്യങ്ങളിലേക്ക് തൻ്റെ ശ്രദ്ധയും സമയവും ഏറെയൊന്നും നീണ്ടുപോയില്ല എന്ന ഒരു കുറ്റപ്പെടുത്തൽ, ഒരാത്മവിമർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം പറയുന്നത്: ഞാൻ തിരുനബിയുടെ ചര്യകളോട് അക്രമം പുലർത്തിയിരിക്കുന്നു. തിരുനബിയുടെ ചര്യകളെ ഞാൻ പിന്തുടർന്നില്ല. ഞാൻ പിന്തുടരേണ്ടതുണ്ടായിരുന്നു. എനിക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് നബിചര്യകൾ പിന്തുടരണമെന്ന്. പക്ഷേ ആ തിരുചര്യകളെ ഒരിക്കലും ഞാൻ വേണ്ട വിധം അനുധാവനം ചെയ്തില്ല, അനുസരിച്ചില്ല.
ആ അർത്ഥത്തിൽ നബിചര്യയോട് ഞാൻ ദുൽമ് ചെയ്തവരാണ്, അക്രമം ചെയ്തവരാണ് എന്ന ഒരു പശ്ചാത്താപബോധം, ഒരു കുറ്റബോധം ആണ് ഇവിടെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ലലന്തു, ഞാൻ അക്രമം ചെയ്തിരിക്കുന്നു, ദുൽമ് ചെയ്തിരിക്കുന്നു, സുന്നത്ത, ഒരു മാതൃകയോട്, ഒരു ചര്യയോട്, മാർഗത്തോട്, മൻഹയ ലലാമ, ഇരുളിനെ ജീവിപ്പിച്ച, ഇല അനിഷ്ടകതകതമാഹു, തൻ്റെ ഇരുപാദങ്ങളും പരാതിപ്പെടും വരെ, അൽദുറ, വിഷമം, ബുദ്ധിമുട്ട്, പ്രയാസം, മിൻ വറമി, നീര് വന്ന് വണ്ണം വെക്കലിനാൽ, വീർക്കലിനാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകളിലേക്കുള്ള ഒരു സൂചനയാണ്. പ്രവാചകരുടെ തിരുചര്യകളിൽ, സുന്നത്തിൽ, അവിടുത്തെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കാണുന്നല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രികാലങ്ങളിൽ നിന്ന് നിസ്കരിച്ച് ക്ഷീണിച്ച് രോഗാതുരനായി പലപ്പോഴും അവിടുത്തെ കാലുകളിൽ നീര് വന്ന് ഇന്തിഫാഹായിരുന്നു. നീർ കെട്ടി വണ്ണം വെക്കുമാറ് അവിടുത്തെ ആരോഗ്യം ക്ഷയിക്കുകയും രോഗാവസ്ഥ അവരെ ഗ്രസിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും രാത്രി സമയങ്ങളിൽ ഉറക്കമൊഴിവാക്കി നിദ്രാവിഹീനനായി നിന്ന് നിസ്കരിച്ചുകൊണ്ടുള്ള അവിടുത്തെ ശൈലിയിൽ, അവിടുത്തെ സ്വഭാവത്തിൽ മാറ്റം വന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്, എന്തിനാണ് ഇവർ തങ്ങളെ വഖദ് ഖബറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അങ്ങയുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തന്നു, അങ്ങക്ക് ദോഷങ്ങൾ തന്നെയില്ല, മുൻകടന്നതോ മുന്തിയതോ പിന്തിയതോ ആയ ഒരു ദോഷങ്ങളുമില്ലാത്ത അങ്ങെന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് കൈകാലുകളിൽ നീര് വന്ന് വണ്ണം വെക്കും വരെ, വേദന അനുഭവപ്പെടും വരെ, രോഗിയാകും വരെ അങ്ങെന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് നിന്ന് നിസ്കരിക്കുന്നത്, ദീർഘമായുള്ള പ്രാർത്ഥനകൾ, രാത്രി നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചതും അതോട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫല അകൂന അബ്ദൻ ഷകൂറ, ആയിഷ, ഞാൻ അല്ലാഹുവോട് ധാരാളമായി നന്ദി ചെയ്യേണ്ട, അല്ലാഹുവോട് വേണ്ട വിധം നന്ദി കാണിക്കേണ്ട ഒരു അടിമ, നന്ദി കാണിക്കുന്ന ഒരു അടിമയാവേണ്ടതില്ലേ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചതുമൊക്കെ സുവിദിതമാണ്. ആ തിരുചര്യയെ അനുസ്മരിച്ചുകൊണ്ട് ഇമാം ബൂസീരി തങ്ങൾ പറയുകയാണ്, അങ്ങനെ രാത്രികാലങ്ങളിൽ കാലുകൾ നീർകെട്ടി വണ്ണം വെക്കുമാറ്, വണ്ണം വെച്ച് നീർകെട്ടി വേദന തോന്നുമാറ്, വേദന ഉണ്ടാകുമാറ്, രോഗം വരുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിവാക്കി നിന്ന് നിസ്കരിച്ചിരുന്നുവെങ്കിൽ ആ തിരുചര്യകളോട് ഞാൻ അക്രമം പുലർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ നബി തിരുമേനിയുടെ തിരുചര്യകളെ അനുസരിക്കുമ്പോഴാണ്, പൂർണ്ണമായും അനുധാപനം ചെയ്യുമ്പോഴാണ് ആ തിരുചര്യകളോട് നീതി പുലർത്തുന്നവനാവുക. ആ തിരുചര്യകൾ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചിട്ടില്ല എന്ന കുറ്റബോധം അദ്ദേഹം, ഒരു അക്രമം, താനൊരു വലിയ ദുൽമ്, ചെറിയ ഒരു അക്രമം, ഒരു വലിയ അപരാധം താൻ ചെയ്തതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. ആ ഒരു ഫീൽ ഓഫ് ഗിൽറ്റിലാണ്, ആ ഒരു കുറ്റബോധത്തിലാണ് അദ്ദേഹം ഈ വരി എഴുതുന്നത്. വലംതു സുന്നത മൻ ഹയല്ലലാമ ഇല അനിഷ്തകത ഖദമാഹു ദുർറ മിൻ വറമി. വലംതു, ഞാൻ അക്രമം ചെയ്തിരിക്കുന്നു, സുന്നത്ത, ഒരു മാതൃകയോട്, ഒരു ചര്യയോട്, മൻ ഹയല്ലലാമ, ഇരുളിനെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇരുട്ട് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പ്രത്യേകതയാണ്. ഇരുളിനെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അഹയ്യ ലൈല എന്നർത്ഥം. രാത്രിയെ ജീവിപ്പിക്കുക, അമലുകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് രാത്രിയെ ജീവസുറ്റതാക്കുക. രാത്രി ഉറങ്ങിപ്പോയാൽ, നിദ്ര കൊണ്ട് മാത്രം രാത്രിയെ നിലനിർത്തിയാൽ അത് ശരിക്കു പറഞ്ഞാൽ ആ രാത്രിയെ മരിപ്പിക്കുന്നതിന്, അതിനെ കൊന്നുകളയുന്നതിന് തുല്യമാണ്. ഇബാദത്തുകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, അനുഷ്ഠാനങ്ങൾ കൊണ്ട് രാത്രിയെ സജീവമാക്കുമ്പോൾ ആ ഇരുളിനെ ജീവിപ്പിക്കുക, ആ ഇരുളിന് ജീവൻ കൊടുക്കുക എന്ന അർത്ഥപൂർണ്ണമാവുകയാണ്. മൻഹയല്ലലാമ ഇല അനിഷ്തകത് ഖദമാഹു, ഇല എന്ന് പറഞ്ഞാൽ വരെ, ഇഷ്തക എന്ന് പറഞ്ഞാൽ പരാതിപ്പെടുക എന്ന, ഇഷ്തകത് ഖദമാഹു, നബി തിരുമേനിയുടെ ഇരുപാദങ്ങളും പരാതിപ്പെടും വരെ, അൽദുർറ, പ്രയാസത്തെ പരാതിപ്പെടും വരെ, വേദനയുണ്ടെന്ന് പരാതിപ്പെടും വരെ, മിൻ വറമി, അൽ വറം അൽ ഇത്തിഫാഖ്, വറം എന്ന് പറഞ്ഞാൽ ശരിക്ക് വ്രണം, അതല്ലെങ്കിൽ രോഗം വന്ന് ഇന്തിഫാഖ്, വീർത്തു വരിക എന്നൊക്കെയാണ് ഈ വറം എന്ന പദത്തിനർത്ഥം. ബിലാനിഷ്തഖത് ഖദമാഹു ദുർറ മിൻ വറമി, വേദന വന്ന് അവിടുത്തെ ഇരു പാദങ്ങളും വീർത്ത് വലുതാകുന്നത് വരെ രാത്രി സമയങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് ചൈതന്യധന്യമാക്കിയ, രാവുകളെ സജീവമാക്കിയ ആ തിരുമേനിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുചര്യകളോട് ഞാൻ അക്രമം ചെയ്തിരിക്കുന്നു എന്ന് സാരം. ഇനി ബുർദയിലെ 30-ാമത്തെ വരിയാണ്. വശദ്ദ മിൻ സഗബിൻ നഹ്ശാഹു വതവാ തഹ്തൽ ഇജാറതി കശ്ഹൻ മുതറഫൽ അദമി. വശദ്ദ മിൻ സഗബി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ത്യാഗങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഇനി 30-ാമത്തെ വരി. 29-ാമത്തെ വരിയിൽ നിദ്രാവിഹീനനായി അവിടുന്ന് രാത്രിയുടെ യാമങ്ങളെ പ്രാർത്ഥനാ നിർഭരമാക്കിയതിനെക്കുറിച്ചുള്ള വർണ്ണനയായിരുന്നുവെങ്കിൽ ഈ 30-ാം വരിയിൽ നോമ്പെടുത്ത് വിശപ്പും പട്ടിണിയും സഹിച്ച് നാളുകളോളം വ്രതമെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്യാഗോജ്വലമായ വ്രതാനുഷ്ഠാനം നിർവഹിച്ചതിനെക്കുറിച്ചുള്ള സൂചനയാണ്. വശദ്ദ, ശദ്ദ എന്ന് പറഞ്ഞാൽ കെട്ടി, റബത എന്നർത്ഥം, ബന്ധിച്ചു. മിൻ സഗബിൻ, അസ്സഗബു ശിദ്ദത്തുൽ ജൂഅ, വിശപ്പാണ്. വശദ്ദ മിൻ സഗബിൻ, കഠിനമായ വിശപ്പ് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധിച്ചു. അഹ്ശാഅഹു, അഹ്ശാ ജമു ഹശ, കുടലുകൾ എന്നർത്ഥം, കുടൽ ഭാഗം, വയറിനകത്തുള്ള കുടൽ, ആമാശയം, അതുപോലെ വയറിനകത്തുള്ള ആ ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതിനാണ് അറബിയിൽ അഹ്ശ എന്ന് പറയാം. കുടൽമാലകൾ എന്ന് പറഞ്ഞാൽ വയറ് എന്നർത്ഥം. ഇവിടെ വയറ് അവിടുന്ന് കെട്ടിവെച്ചു. ശദ്ദ റബത്ത്. വശദ്ദ മിൻ സഗബിൻ, കഠിനമായ വിശപ്പ് കാരണത്താൽ അവിടുത്തെ കുടൽമാലകൾ അവിടുത്തെ വയറ് കെട്ടിവെച്ചു. വതവ, അവിടുന്ന് ചുരുട്ടിവെച്ചു. തവ എന്ന് പറഞ്ഞാൽ ചുരുട്ടി വെക്കുക. തഹ്തൽ ഹിജാറതി, കല്ലുകൾക്ക് താഴെ, കല്ലിനു താഴെ. കഷ്ഹൻ, അവിടുത്തെ കഷ്ഹന്, കഷ്ഹ് എന്ന് പറഞ്ഞാൽ മാ ബൈന സുറ വ വസത്തിൽ ലഹർ എന്നാണ് കഷ്ഹ്. അഥവാ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. പൊക്കിളിൻ്റെയും അതുപോലെ പുറം ഭാഗത്തിൻ്റെ, പുറത്തിൻ്റെ, മനുഷ്യൻ്റെ പുറം ഭാഗം, പിറകുവശത്തിൻ്റെ മധ്യത്തിൻ്റെയും ഇടയിലുള്ള ആ ഭാഗത്തിനാണ് കഷ്ഹ് എന്ന് പറയാം. മനുഷ്യൻ്റെ പുറം ഭാഗത്തിൻ്റെ ബാക്ക് സൈഡിൻ്റെ മധ്യഭാഗം തൊട്ട് തൻ്റെ പുറം വരെ, തൻ്റെ പൊക്കിൾ വരെയുള്ള ആ ഭാഗത്ത്, അവ രണ്ട് ഭാഗങ്ങളിലും കഷ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ആ ഭാഗം തന്നെയാണ് അവിടെ കഷ് കൊണ്ട് മുറാദ്. വതവ, അവിടെ നിന്ന് ചുരുട്ടി വെച്ചു. തഹ്തൽ ഹിജാറത്തി, കല്ലുകൾക്ക്, കല്ലിന് ചുവട്ടിൽ. കഷ്ഹൻ, അവിടുത്തെ വയറിൻ്റെ ഭാഗം, അവിടുത്തെ കഷ് എന്ന് പറയുന്ന ശരീരഭാഗം. വൽ കഷ് മാ ബൈന സുറത്തി വ വസത്തിൽ ലഹർ, പൊക്കിളിൻ്റെയും പുറത്തിൻ്റെ മധ്യത്തിൻ്റെയും ഇടയിലുള്ള ഭാഗം. അത് രണ്ടു വശങ്ങളിലൂടെയും വരുമ്പോൾ ശരിക്ക് മനുഷ്യ ശരീരത്തിൻ്റെ ആ നടുഭാഗം, മനുഷ്യ ശരീരത്തിൻ്റെ വയറിൻ്റെ പ്രദേശം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിവെച്ചു, ചുരുട്ടിവെച്ചു. ആ കഷ്ഹ് എന്നതിൻ്റെ ഒരു വിശേഷണം പറയുകയാണ്. കഷ്ഹൻ, അവിടുത്തെ കഷ്ഹ് ഭാഗത്തെ, നേരത്തെ പറഞ്ഞ ആ ഭാഗത്തെ. മുത്രഫൽ അദമി, മുത്രഫ് ഐ നാഇം, മുത്രഫ്, തറഫ് എന്ന് പറഞ്ഞാൽ നുഅമത്താണ്, മിനുസം എന്നർത്ഥം. മുത്രഫ് എന്ന് പറഞ്ഞാൽ നാഇം, മിനുസമേറിയ, മിനുസമുള്ള. അൽ അദമി എന്ന് പറഞ്ഞാൽ അൽ ജിൽദ്, മുത്രഫ് അൽ അദമി അൽ ജിൽദു നാഇം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൻ്റെ ആ സൗന്ദര്യം, അവിടുത്തെ ആ ശരീരം, അവിടുത്തെ ചർമ്മഭാഗം, അതൊക്കെ വളരെ മിനുസമേറിയതാണ് എന്ന ആ ഒരു ശമായിലുൻ നബി തിരുമേനിയുടെ ശരീര വർണ്ണന, അവിടുത്തെ ആ ദേഹവിശേഷത്തിൻ്റെ ഒരു വർണ്ണന കൂടിയാണ് അദ്ദേഹം അവിടെ പ്രകാശിപ്പിക്കുന്നത്. പറഞ്ഞു വരുന്നതിൻ്റെ സാരമിതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഠിനമായ വിശപ്പ് സഹിച്ച് പട്ടിണി കിടന്ന് ദീർഘമായ നാളുകളോളം വ്രതമെടുക്കുമ്പോൾ പലപ്പോഴും അവിടത്തേക്ക്, മനുഷ്യരാണല്ലോ, ശക്തമായ വിശപ്പുണ്ടാകും. അസഹ്യമായ വിശപ്പ് സഹിക്കവയ്യാതെ പലപ്പോഴും അവിടുന്ന് വയർഭാഗത്ത് കയറുകൊണ്ടോ അതല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ ഭാഗങ്ങൾ കൊണ്ടോ ബെൽറ്റ് പോലെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വയറ് കെട്ടിവെച്ചിരുന്നു. പലപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ലിൻ്റെ കഷ്ണങ്ങൾ വരെ വയറ്റത്ത് കെട്ടിവെച്ചിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഗസ്വത്തുൽ ഖന്ദഖ് എന്ന ഖന്ദഖ് യുദ്ധവേളയിൽ, കിടങ്ങ് കീറിയ ആ യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പിൻ്റെ കാഠിന്യം സഹിക്കവയ്യാതെ പാറക്കഷ്ണങ്ങൾ അവിടുത്തെ വയറ്റത്ത് കെട്ടിവെച്ചുകൊണ്ടായിരുന്നു കിടങ്ങ് ഒഴിക്കുന്ന വേളയിൽ ആ ജോലിയിൽ അവിടുന്ന് സ്വഹാബിമാരൊപ്പം ഏർപ്പെട്ടിരുന്നത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് വചനങ്ങളിൽ കാണാൻ കഴിയും. ആ വിഷയത്തിലേക്കുള്ള സൂചനയാണ് ഒന്ന്. അതുപോലെ തന്നെ ഇതേ സമാനമായി മറ്റൊരു സംഭവം ഇമാം മുസ്ലിം റഹിമഹുല്ലാ അവിടുത്തെ സഹീഹിലും ഉദ്ധരിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം ചെയ്യുന്നു. ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ജിഅ്തു ഇലാ റസൂലില്ലാഹി യൗമ ഫവജദ്തുഹു ജാലിസൻ മഅ അസ്ഹാബിഹി യുഹദ്ദിസുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരിക്കൽ ഞാൻ അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട സഹാബിമാരോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉത്ബോധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വഖദ് ഉസൈബ ബത്നുഹു ബിഅലിസാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ് ഒരു ബാൻഡേജ് പോലെയുള്ള, അതല്ലെങ്കിൽ ഒരു കെട്ടുകൊണ്ട് അത് കെട്ടിയിട്ട് ബന്ധിച്ചു വെച്ചിരിക്കുന്നു.
അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മധ്യഭാഗം, അവിടുത്തെ വയറിന്റെ ഭാഗം അങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സഹാബികൾ അടക്കം പറഞ്ഞു, അതിന്റെ കാര്യം പറഞ്ഞു കൊടുത്തു. ഫഖാലു മിനൽ ജൂ', വിശപ്പിന്റെ കാഠിന്യം കാരണമാണ്. വിശപ്പിന്റെ കാഠിന്യം കാരണം വയറിനകത്ത് ഭക്ഷണമൊന്നും ചെല്ലാത്തത് കൊണ്ട് അതിശക്തമായ വിശപ്പ് അനുഭവിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തുണി കൊണ്ടോ വസ്ത്രഭാഗങ്ങൾ കൊണ്ടോ മറ്റൊക്കെ ബാൻഡേജ് കെട്ടുന്നത് പോലെ വയറ് കെട്ടി വരിഞ്ഞ് മുറുക്കി വെച്ച് അവിടുത്തെ വിശപ്പിനെ അതിജീവിക്കുമായിരുന്നു എന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ല നിവേദനം ചെയ്ത ഈ ഹദീസിൽ കാണാം. നേരത്തെ ഇമാം ബുഖാരി ഉദ്ധരിച്ച റഹിമഹുല്ല ഖസ്വത്തുൽ ഖന്ദഖ് എന്ന ഖന്ദഖ് യുദ്ധത്തിലെ അവിടുത്തെ വയറ്റത്ത് കല്ലുകൾ കെട്ടിവെച്ചുകൊണ്ടുള്ള സംഭവം നമ്മൾ അനുസ്മരിച്ചു. ഈ സംഭവങ്ങളിലേക്കുള്ള ഒരു സൂചനയായിട്ടാണ് ഈ 30-ാമത്തെ വരിയിൽ അദ്ദേഹം പറഞ്ഞത്, വശദ്ദ മിൻ സഗബിൻ നഹ്ശാഹു വതവാ തഹ്തൽ ഹിജാറതി കശ്ഹൻ മുത്രഫൽ അദമി. ഇനി ബുർദയിലെ 31-ാമത്തെ വരി, വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഅയ്യമാ ശമമി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പ് സഹിച്ചതിനെ കുറിച്ച്, കഠിനമായ ദാരിദ്ര്യത്തോട് പട്ടിണിയോട് അവർ മല്ലിട്ടതിനെ കുറിച്ച് 30-ാമത്തെ വരിയിൽ പറഞ്ഞു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയാം, വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഅയ്യമാ ശമമി. വറാവദതുഹു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രലോഭനവുമായി വന്നു, അവിടുത്തെ വശീകരിക്കാൻ വന്നു. റാവദ അൻ നഫ്സിഹി ഔ റാവദത് അൻ നഫ്സിഹ എന്ന് പറഞ്ഞാൽ സ്വശരീരം കാട്ടി പ്രലോഭിപ്പിക്കാൻ വേണ്ടി വന്നു എന്നൊക്കെയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് പറഞ്ഞല്ലോ, വറാവദതുഹു അൻ നഫ്സ് എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിച്ചു, വശീകരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ അർത്ഥം. വറാവദതുൽ ജിബാലു, വറാവദതുൽ ജിബാലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വശീകരണാർത്ഥം അതല്ലെങ്കിൽ വശീകരിച്ചുകൊണ്ട് പ്രലോഭനത്തിനെത്തി, പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. വറാവദതുൽ ജിബാലു ശുമ്മു, അൽ ജിബാൽ പർവ്വതങ്ങൾ, ഐ ജിബാലു മക്ക, ചരിത്രത്തിൽ പറയുന്നത് മക്കയിലെ പർവ്വതങ്ങൾ. അഷ്ഷുമ്മു ഐ അൽ മുർത്തഫിആത്ത് അഷ്ശാഹിഖ, ഉയർന്ന എന്നർത്ഥം. വറാവദതുൽ ജിബാലു ശുമ്മു, വലിയ വലിയ പർവ്വതങ്ങൾ, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് വശത്താക്കാൻ ശ്രമിച്ചു, വശത്താക്കി പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു എന്നർത്ഥം. മിൻ ദഹബി, സ്വർണ്ണത്താൽ എന്ന് പറഞ്ഞാൽ തങ്ങൾ സ്വർണ്ണമായിക്കൊള്ളാം, അങ്ങയ്ക്കു വേണ്ടി തങ്ങൾ സ്വർണ്ണമായിക്കൊള്ളാം, സ്വർണ്ണത്തിന്റെ മലകളായിക്കൊള്ളാം എന്ന് മലകൾ വന്നുകൊണ്ട് പ്രലോഭന വാക്കുകൾ ചൊരിഞ്ഞു. അൻ നഫ്സിഹി ഐ നഫ്സിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റാവദതുഹു അൻ നഫ്സിഹി. വിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞെടുത്ത് റാവദതുഹു അൻ നഫ്സിഹി എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ശരീരത്തെ പ്രലോഭന മാർഗേണ വശത്താക്കാൻ വേണ്ടി, വശീകരിക്കാൻ വേണ്ടി ആ വനിത, ആ സുന്ദരി ശ്രമിച്ചു എന്നാണ്. ഒരു സുന്ദരി ഒരു യുവാവിനെ തൻ്റെ ശരീരം, ആ യുവാവിൻ്റെ ശരീരം കീഴടക്കാൻ, തൻ്റെ ശരീരം ലഭിക്കാൻ വേണ്ടി വശീകരണ സ്വഭാവത്തോടുകൂടി, പ്രലോഭന സ്വഭാവത്തോടുകൂടി പെരുമാറുന്നതിന്, പരിശ്രമിക്കുന്നതിന് ഒക്കെ റാവദ എന്ന് പറയും. ആ ഒരു പദപ്രയോഗം തന്നെ ഇവിടെ വളരെ ഭാവന സമ്പന്നമായ ഒരു ഭാഷയിൽ അദ്ദേഹം കടമെടുക്കുകയാണ്. ഒരു സുന്ദരി തൻ്റെ ഒരു യുവാവിനെ, ആ യുവാവിൻ്റെ ശരീരം കവർന്നെടുക്കാൻ വേണ്ടി പ്രലോഭന മാർഗേണ, വശീകരണ മാർഗേണ ശ്രമിക്കുന്നത് പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കീഴടക്കാൻ പർവ്വതങ്ങൾ ശ്രമിച്ചത് എന്ന് പറഞ്ഞാൽ, വിഷം തൊട്ടിയ വയറുമായി പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞുകൂടുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മലകൾ വന്ന് ചോദിച്ചു എന്ന് ഹദീസുകളിലുണ്ട്. മലകൾ വന്നു ചോദിക്കുകയാണ്, നബി തങ്ങളെ അങ്ങക്ക് വേണ്ടി ഞങ്ങൾ വേണമെങ്കിൽ സ്വർണത്തിൻ്റെ മലകളാവാം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിരസിച്ചു. വേണ്ട, എനിക്ക് സ്വർണത്തിൻ്റെ മലകൾ വേണ്ട, എനിക്ക് പൊന്നിൻ്റെ കുന്നുകൾ വേണ്ട, എനിക്ക് സമ്പത്ത് വേണ്ട, കുമിഞ്ഞുകൂടിയ സാമ്പത്തിക സമൃദ്ധിയൊന്നും തനിക്ക് വേണ്ട എന്നവിടുന്ന് ആവശ്യമെന്ന് അവിടുന്ന് അവയുടെ ആ പ്രലോഭനം, അവയുടെ ഓഫർ നിരസിച്ചു എന്ന് മാത്രമല്ല, അവിടുന്ന് അള്ളാഹുവോട് പറഞ്ഞു, ലാ യാ റബ്ബ്, എൻ്റെ രക്ഷിതാവേ എനിക്ക് വേണ്ട, ഈ മലകൾ സ്വർണ്ണമാകുന്ന അവസ്ഥയൊന്നും ആ സാമ്പത്തിക സമൃദ്ധിയൊന്നും എനിക്ക് വേണ്ട. വലാകിൻ അശ്ബഅ യൗമ, വിശന്നും അല്പസ്വല്പമൊക്കെ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞുമൊക്കെയുള്ള ഈ ഒരു ജീവിതം മതി എനിക്ക്. ഒരു ദിവസം ഭക്ഷണം കഴിക്കും, അടുത്ത ദിവസം വിശപ്പ്, പട്ടിണി, ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയാൽ മതി. ഫൈദാ ജഅഅതു തളറഅതു ഇലൈക വദകർതു വൈദാ ശബഅതു ശകർതുക വഹമിതു. എനിക്ക് പട്ടിണി കിടക്കേണ്ടി വരുമ്പോൾ, ദാരിദ്ര്യത്തിൽ പട്ടിണി കിടക്കേണ്ടി വരുമ്പോൾ, ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടാതെ വരുമ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വരും, ഞാൻ നിന്നെ ഓർക്കും, നിന്നിലേക്ക് ഞാൻ
പശ്ചാത്താപപ്രേരിതമായ ഹൃദയത്തോടുകൂടി ഞാൻ കരഞ്ഞുകൊണ്ട് നിന്നെ സ്മരിക്കും, ഓർക്കും. അതിന് വിശപ്പ് ആവശ്യമാണ്. വല്ലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് വയറ് നിറയുമല്ലോ. ആ സമയത്ത് ശക്കർത്തുക വഹമിത്തും, ഞാൻ നിന്നെ ശുക്ർ ചെയ്യും, നിനക്ക് സ്തുതി പറയും. വിശപ്പില്ലാത്ത ഒരു ജീവിതം, എന്നുമെന്നും സമ്പൽ സമൃദ്ധിയുടെ തെഴുപ്പിലും കൊഴുപ്പിലും ജീവിക്കുന്ന ആ ഒരവസ്ഥ എനിക്ക് വേണ്ട റബ്ബേ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് പറഞ്ഞു എന്നൊക്കെ ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ആ വിഷയത്തിലേക്കുള്ള സൂചനയാണ്. വറാവദതുഹുൽ ജിബാലു ശുമ്മു അൽ ജിബാലു ഷാഹിഖാത്തു അൽ ജിബാലു റാഫിആത്ത് അൽ മുർതഫിആത്ത്, ഉയർന്ന വലിയ വലിയ മലകൾ വന്നുകൊണ്ട് അവിടത്തെ പ്രലോഭിപ്പിച്ചു. മിൻ ദഹബി, സ്വർണ്ണത്താൽ പ്രലോഭിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തങ്ങൾ സ്വർണ്ണമായി കൊള്ളാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. അൻ നഫ്സിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിയുടെ ദേഹത്തെ പ്രലോഭിപ്പിച്ചു എന്ന് പറഞ്ഞ് നബി തിരുമേനിയോട് ഒന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്വർണ്ണമാവാമെന്ന് പറഞ്ഞ് ഓഫർ ചെയ്തു, പ്രലോഭിപ്പിച്ചു. ഫഅറാഹ, അപ്പോൾ എന്താ സംഭവിച്ചത്? ഫഅറാഹ, അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവയെ അവക്ക് കാണിച്ചു കൊടുത്തു. അയ്യമാ ശമമി എന്ന് പറഞ്ഞാൽ, അയ്യമാ എന്ന് പറഞ്ഞാൽ വല്ലാത്ത എന്നർത്ഥം. ശമം എന്ന് പറഞ്ഞാൽ ഇർത്തിഫാ, ഉയർച്ച, ഔന്നത്യം. വലിയ വലിയ മലകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രലോഭനമാർഗേണ തങ്ങൾ അങ്ങേക്ക് സ്വർണ്ണമായി തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തപ്പോൾ നബി തിരുമേനി ആ മലകൾക്ക് അതിലും വലിയ ഔന്നിത്യം കാണിച്ചു കൊടുത്തു. അതെന്താ അതിലും വലിയ ഔന്നിത്യം? വേണ്ട, എനിക്ക് നിങ്ങളൊന്നും സ്വർണ്ണമായി കിട്ടിയിട്ട് വേണ്ട എന്ന് പറഞ്ഞ് അവയുടെ ഓഫർ നിരസിച്ചു. അവയുടെ പ്രലോഭനങ്ങൾക്ക് നബി തങ്ങൾ വഴിപ്പെട്ടില്ല. അവയുടെ പ്രലോഭനങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ, തങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി സ്വർണ്ണമാവാം പൊന്നാവാം എന്ന് പറഞ്ഞ പ്രലോഭനങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ ആ മലകൾ ശരിക്കു പറഞ്ഞാൽ ചുളുങ്ങിപ്പോയി എന്നർത്ഥം. അവ ലജ്ജിച്ചുപോയി, അവ തലതാഴ്ത്തിപ്പോയി, നമ്രശിരസ്കമായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔന്നിത്യം, നബിതങ്ങൾ അവിടുത്തെ ഔന്നിത്യം ആ മലകളെ കാണിച്ചു എന്ന് പറഞ്ഞ മലകൾ ചെറുതായപ്പോൾ അതിന് മീതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി. അങ്ങനെയാണല്ലോ ഒരാൾ, അവിടെയൊക്കെ ഒരു കവിത മുറ്റി നിൽക്കുന്ന ഭാവനയാണ് ഇമാം ബൂസീരി മുന്നോട്ട് വെക്കുന്നത്, ഇമാം ബൂസീരി ആവിഷ്കരിക്കുന്നത്. ഒരാൾ തനിക്ക് പ്രലോഭനവുമായി ഒരു വശീകരണവുമായി വരുമ്പോൾ അതിൽ കീഴ്പ്പെടുത്തി ആ വശീകരണം അതല്ലെങ്കിൽ ആ പ്രലോഭനം, ആ ഓഫർ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ താഴ്ന്നു കൊടുക്കലാണ്. നേരെ മറിച്ച് അത് നിരസിക്കുമ്പോഴാണ് ഉയർന്നു നിൽക്കൽ. ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നേരത്തെ സമ്മാനം ഓഫർ ചെയ്യപ്പെട്ട സമയത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാം നിരസിച്ചല്ലോ. സുലൈമാൻ നബി പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ളത് സമ്മാനങ്ങൾ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാണ്, നിങ്ങൾ സന്തോഷിക്കൂ, തൽക്കാലം അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ്, ആ സമ്മാനങ്ങളെ, ആ വാഗ്ദാനങ്ങളെ നിരസിച്ചപ്പോഴാണ്, ആ നയത്തോടാണ് ബൽഖീസ് രാജ്ഞിക്കും അതുപോലെ കൊട്ടാരവൃത്തങ്ങൾക്കും വലിയ ആദരവും വലിയ മതിപ്പും ബഹുമാനവും തോന്നിയത്. ആ ഹദിയ, ഓഫർ ചെയ്യപ്പെട്ട ഹദിയകളുടെ പ്രലോഭനങ്ങൾ, സമ്മാനങ്ങൾ പ്രവാചകർ സുലൈമാൻ നബി അലൈഹി സ്വലാം സ്വീകരിച്ചിരുന്നെങ്കിൽ ബൽഖീസ് രാജ്ഞിക്ക് അത്രയും മതിപ്പ് തോന്നുമായിരുന്നില്ല എന്ന് ചരിത്രകാരന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും വിശദീകരിച്ചത് സാന്ദർഭികമായി നോക്കാം. മലകൾ വന്നുകൊണ്ട് തങ്ങൾ അങ്ങേക്ക് പൊന്നായി തരാമെന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രലോഭനം, ആ ഓഫർ അത് നിരസിച്ചു, തള്ളിക്കളഞ്ഞു, തിരസ്കരിച്ചു, വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലകൾക്ക് അവിടുത്തെ ഔന്നിത്യം കാണിച്ചു കൊടുത്തു. ആ മലകൾക്കും മീതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔന്നിത്യം, അവിടുത്തെ വലിപ്പം എന്ന് മലകൾക്ക് ബോധ്യമായി എന്ന് കവിത മുറ്റി നിൽക്കുന്ന ഭാവനാസമ്പന്നമായ ഭാഷയിലാണ് കവിവര്യർ ഈ ഭാഗം പറയുന്നത്. എന്തൊരു മഹോന്നതി, വല്ലാത്തൊരു മഹോന്നതി കാണിച്ചു എന്നർത്ഥം. 32ാമത്തെ വരിയിൽ അദ്ദേഹം പറയുന്നു, വഅക്കദത് സുഹ്ദഹു ഫീഹാ ദറൂറതുഹു ഇന്നൽ ദറൂറത ലാ തഅദു അലൽ ഇസ്വമി. വഅക്കദത് സുഹ്ദഹു ഫീഹാ ദറൂറതുഹു ഇന്നൽ ദറൂറത ലാ തഅദു അലൽ ഇസ്വമി. വഅക്കദത്, ബലപ്പെടുത്തി, തഅക്കീദ് ചെയ്തു, ശക്തിപ്പെടുത്തി. സുഹ്ദഹു, നബി തിരുമേനിയുടെ ത്യാഗം, നബി തിരുമേനിയുടെ പരിത്യാഗത്തെ കൂടുതൽ ശക്തിമത്താക്കി, കൂടുതൽ സമ്പുഷ്ടമാക്കി, അർത്ഥവത്താക്കി. സുഹ്ദഹു, നബി തിരുമേനിയുടെ ത്യാഗത്തെ, ഫിഹ, ആ ദുനിയാവിൽ, ഭൗതികതയിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതികതയെ പൂർണ്ണമായും നിരസിച്ചു, ഭൗതിക സുഖാഡംബരങ്ങളെ അവിടെ നിന്ന് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ വിശദീകരണം പറയാം. വഅക്കദത് സുഹ്ദഹു ഫിഹ, അല്ലെങ്കിൽ അൽ ജിബാൽ എന്നതുമാവാം, രണ്ടു മൂന്ന് തന്നെ അർത്ഥത്തിൽ. വറാവദത്തുൽ ജിബാലു, നേരത്തെ 30ാമത്തെ 31ാമത്തെ വരിയിൽ പറഞ്ഞല്ലോ. വലിയ വലിയ മലകൾ വന്നുകൊണ്ട് അവിടത്തോട് പ്രലോഭനം ചൊരിഞ്ഞു, ഞങ്ങൾ പൊന്നായി തരാമെന്ന് പറഞ്ഞ് പ്രലോഭന വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ, ഉരുവിട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടെന്ന് പറഞ്ഞു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിച്ചല്ലോ. ആ സ്വർണ്ണമലകളിലുള്ള അവിടുത്തെ ത്യാഗം,
അത് അരക്കിട്ടുറപ്പിച്ചു, അത് ശക്തിമത്താക്കി, അത് ഉറപ്പിച്ചു, ദൃഢീകരിച്ചു. ആ വിഷയത്തിലുള്ള ത്യാഗത്തെ ദൃഢീകരിച്ചു എന്ന് പറഞ്ഞാൽ ത്യാഗത്തെ കൂടുതൽ അർത്ഥപൂർണവും സമ്പുഷ്ടവുമാക്കി. എന്ത്? അക്കദ എന്ന ഫേലിൻ്റെ ഫായിൽ ലറൂറത്തുഹു, നബി തങ്ങളുടെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആളുകൾ ഓഫർ നിരസിക്കുക, എനിക്ക് വേണ്ടെന്ന് പറയുക തൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോഴാണ്. തൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സമ്പൽ സമൃദ്ധിയുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ മലകൾ വന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് പൊന്നായി തരാമെന്ന് പറയുമ്പോൾ ആ പ്രലോഭനങ്ങളെ തിരസ്കരിക്കുന്നതെങ്കിൽ അതിൽ ആ ത്യാഗത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതത്ര വലിയ ത്യാഗമൊന്നും വിശേഷിപ്പിക്കാനുമില്ല. കാരണം തൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നിരസിച്ചത്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്. കാരണം അവിടുത്തെ അവസ്ഥ എന്താ? ഒന്നുമില്ല, കയ്യിൽ ഒന്നുമില്ല. രാത്രികളോളം, പകലുകളോളം, അല്ല ആഴ്ചകളോളം, മാസങ്ങളോളം നബി തിരുമേനിയുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ട് പ്രവാചകരുടെ പത്നിമാരുടെ വീടുകളിൽ ഒന്നിൽ പോലും പുകച്ചുരുളുകൾ ഉയർന്നു പൊങ്ങിയില്ല എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളമല്ല, ആഴ്ചകളോളമല്ല, മാസങ്ങളോളം വീട്ടിൽ ഒന്നും സ്വാദിഷ്ടമായത് പോയിട്ട് സാധാരണ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും പാകം ചെയ്യപ്പെടാത്ത മാസങ്ങൾ കടന്നുപോയി. തുടരെ അഷ്ഹുറു മുതവാലിയാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും ത്യാഗനിർഭരമായ ജീവിതം നയിച്ചു. പട്ടിണിയും പരിവട്ടവുമായിരുന്നു, ദാരിദ്ര്യമായിരുന്നു അവിടുത്തെ ജീവിതത്തിൽ അന്നൊക്കെ നിറഞ്ഞു നിന്നിരുന്നത്. അപ്പോൾ കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് അവിടെ നിന്ന് ഈ മലകളുടെ സ്വർണ്ണമായി തരാം എന്ന് പറഞ്ഞു വന്ന പ്രലോഭനങ്ങളെ തിരസ്കരിച്ചത്. അതുകൊണ്ട് തന്നെ ആ ത്യാഗത്തിന് മാറ്റുകൂടും എന്നർത്ഥം. വഖദത് സുഹ്ദഹു ഫീഹാ, ആ ജിബാലിൽ സ്വർണ്ണമലകളിലുള്ള അവിടുത്തെ ത്യാഗം, പരിത്യാഗം വേണ്ടെന്നുള്ള ആ തീരുമാനം, സുഹദ്, അതിനെ ശക്തിപ്പെടുത്തി അർത്ഥപൂർണമാക്കി, കൂടുതൽ അതിനെ അർത്ഥപൂർണമാക്കി, അതിന് പൊരിപ്പ് കൂട്ടും, അതിന് മാറ്റും മികവും കൂട്ടി. എന്ത്? ലറൂറത്തുഹു, നബി തങ്ങളുടെ അത്യാവശ്യം. ലറൂറ യാനി അൽ ഹാജത്തുൽ ഷദീദ എന്നർത്ഥം. ലറൂറത്ത് അത്യാവശ്യം എന്നർത്ഥം. ഹാജത്തിനേക്കാൾ അപ്പുറമാണ് ലറൂറ. ഹാജത്ത് ആവശ്യമാണ്, ഒരു നെസസിറ്റിയാണ്, ആവശ്യമാണ്. ലറൂറത്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യമാണ്, ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യത്തിനാണ് ലറൂറ എന്ന് പറയുന്നത്. ലറൂറത്തുഹു, നബി തങ്ങളുടെ അൽ ഹാജത്തു ഷദീദ അൽ ഹാജത്തുൽ മാസ അല്ലത്തി കാനത് ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്ന അത്യാവശ്യം, വളരെ അത്യാവശ്യമായിരുന്നു. പണത്തിനും സമ്പത്തിനും ജീവിതത്തിൻ്റെ ചെലവുകൾക്കും വളരെ അത്യാവശ്യമായിരുന്ന സന്ദർഭത്തിലാണ് അവിടെ നിന്ന് വേണ്ടെന്ന് വെച്ചത്. മലകൾ പൊന്നായി തരാമെന്ന് പറഞ്ഞ പ്രലോഭനങ്ങളെ അവിടെ നിന്ന് തിരസ്കരിച്ചത്, നിരാകരിച്ചത് എന്നുള്ളത് തന്നെ അവിടുത്തെ സുഹദിന് കൂടുതൽ മാറ്റുകൂട്ടുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അത്യാവശ്യഘട്ടമായിരുന്നു അത് എന്നുള്ളത്. സമ്പത്തിലേക്ക്, പണത്തിലേക്ക്, അവിടത്തേക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സന്ദർഭമായിരുന്നു എന്നത് ആ മലകൾ പൊന്നായി തീരാമെന്ന് പറഞ്ഞ, പൊന്നായി മാറിത്തരാമെന്ന് പറഞ്ഞ മലകളിൽ അവിടെ നിന്ന് കാണിച്ച ആ തിരസ്കരണം, അവിടെ നിന്ന് കാണിച്ച ആ ത്യാഗത്തിന് മാറ്റുകൂട്ടുന്നു, ശക്തിയേകുന്നു. അദ്ദേഹം ഒരു തിയറി പോലെ പറയാം. പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, ബൂസൂരി ഇമാമിൻ്റെ പല വരികളിൽ പല പ്രയോഗങ്ങളും, ആ ശൈലി പ്രയോഗങ്ങൾ, അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും പിന്നെ തിയറികളായി മാറും, അത് മസലുകളായി മാറും, ഹിക്മത്തുകളായി മാറും. അത് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ബുർദയുടെ 1-ാം വരി തൊട്ട് ഇന്നോളം കണ്ടു. അതിൽപ്പെട്ട ഒന്നാണ്, ആ ഗണത്തിൽപ്പെട്ട ഒന്നാണിത്. ഇന്ന ദറൂറത ലാ തഅദു അലൽ ഐസമി. ഇന്ന ദറൂറ, ഏതത്യാവശ്യമാണ്. അദ്ദറൂറ യാനി അലിഫു വല്ലാം തുഫീദുൽ ഇസ്തിഗ്റാഖ്. ഏതത്യാവശ്യമാണ്, എന്തത്യാവശ്യം, അത്യാവശ്യത്തിൻ്റെ എല്ലാ ഇനങ്ങളും. ഇന്ന ദറൂറ, നിശ്ചയം, അത്യാവശ്യം എന്നുള്ളത്. ലാ തഅദു, അത് കീഴ്പ്പെടുത്തില്ല. ലാ തഅദു, അല എന്ന് പറഞ്ഞ് കീഴ്പ്പെടുത്തുക, ചാടി വീഴുക എന്നൊക്കെ. അല എന്ന് പറഞ്ഞാൽ ചാട്, ഇറക്കം. അല എന്ന് പറഞ്ഞാൽ വസബ അലൈ. ലാ തഅദു അലൽ ഐസമി. അൽ ഐസ്മത്ത്, ഐസ്മത്ത് എന്ന് പറഞ്ഞാൽ പാപസുരക്ഷിതത്വം. ഐസ്മത്ത്, അമ്പിയാക്കൾ മഅസൂമിങ്ങളാണല്ലോ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. അമ്പിയാക്കൾ മഅസൂമിങ്ങളാണ്. ഐസ്മത്ത്, അല്ലാഹു യഅസിമുക മിനന്നാസ്. നേരെ ചൊവ്വേ ഐസ്മത്ത് എന്ന പദത്തിന് നിൽക്കുന്നതിനർത്ഥം സംരക്ഷണം എന്നാണ്. സംരക്ഷണം. ഇവിടെ ഐസ്മത്ത് പ്രവാചകന്മാർക്ക് ഉള്ള ആ പാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് ഐസ്മത്ത് എന്ന് പറയും. ഐസ്മത്തുൽ അംബിയ, പ്രവാചകരുടെ പാപസുരക്ഷിതത്വം എന്ന അർത്ഥത്തിൽ ഐസ്മത്തുൽ അംബിയ എന്ന് പറയും. അലൽ ഐസമി, അലൽ ഐസമി എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വങ്ങൾക്കുമേൽ. ഐ അലാ ദവിൽ ഐസമി എന്നർത്ഥം വെക്കാം. അലൽ ഐസമി ഐ അലാ ദവിൽ ഐസമി. അതല്ലെങ്കിൽ സെയ്ദുൻ അദിലുൻ, സെയ്ദ് നീതിമാനാണ് എന്നതിന് സെയ്ദുൻ ദു അദിലിൻ എന്ന അർത്ഥ പോലെ സെയ്ദുൻ അദിലുൻ, സെയ്ദ് തന്നെ നീതിയാണ് എന്ന് പറഞ്ഞാൽ നീതിയുടെ അങ്ങേയറ്റത്തെ പര്യായമാണ് എന്ന അർത്ഥത്തിൽ അങ്ങനെ പറയുമല്ലോ, അറബിയിൽ ശൈലിയുണ്ടല്ലോ. അതുപോലെ അലൽ ഐസമി എന്ന് പറഞ്ഞാൽ ഇവിടെ ഐസ്മത്ത്, അതിൻ്റെ ബഹുവചനമാണ് ഐസം. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രവാചകന്മാരെ പോലെയുള്ളവർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതുപോലെയുള്ള പ്രവാചകന്മാർ, അവരൊക്കെ മഅസൂമിങ്ങളാണ്, അവർ ഇസ്മത്തുകളാണ്, അവർ ദവുൽ ഇസ്മയാണ്, ഇസ്മത്തുടയവരാണ്, അല്ലെങ്കിൽ അവർ തന്നെ ഇസ്മത്തുകളാണ്. ഇസ്മത്തിൽ അവർ അങ്ങേയറ്റത്തെ
പാരമ്യത പ്രാപിച്ചതുകൊണ്ട് തന്നെ അവരെ പറ്റിയ ഇസ്മത്തുകൾ എന്ന് പറയാം. ആ ഇസ്മത്തുകൾക്ക് മേൽ ചാടി വീട് കീഴ്പ്പെടുത്താൻ ഒരത്യാവശ്യങ്ങൾക്കും സാധ്യമല്ല. സാരമിതാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅ്സൂമാണ്. അവിടെ അങ്ങേയറ്റം ഇസ്മത്തിൻ്റെ ആളാണ്, ആ സുരക്ഷിതത്വത്തിൻ്റെ ആളാണ്. ആ സുരക്ഷിതത്വത്തെ കീഴ്പ്പെടുത്താൻ, ആ വലിയ സ്ഥാനത്തെ കീഴ്പ്പെടുത്താൻ ഒരു പ്രലോഭനങ്ങൾക്കും സാധ്യമല്ല. മലകൾ പൊന്നായി തരാമെന്ന് പറഞ്ഞോ മറ്റോ പ്രലോഭനങ്ങളുമായി വന്നാൽ അവക്ക് കീഴ്പ്പെടുത്താൻ മാത്രം നിസ്സാരമല്ല ഇസ്മത്തുകൾ. പ്രവാചകന്മാരുടെ ഇസ്മത്തുകളെ ഒരു തരത്തിലുമുള്ള പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ, വശപ്പെടുത്താൻ കഴിയില്ല. ഒരിക്കലും തന്നെ ഏത് അത്യാവശ്യങ്ങളുടെ ഒരു ജാതി അത്യാവശ്യവും ലാ തഅദു അവ കീഴ്പ്പെടുത്തില്ല, ചാടി വീഴില്ല, കീഴ്പ്പെടുത്തില്ല, വശപ്പെടുത്തില്ല. അലൽ അഴ്സമി സുരക്ഷിതത്വങ്ങളെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സുരക്ഷിതത്വങ്ങളെ അല്ലെങ്കിൽ സുരക്ഷിതത്വങ്ങളുടെ ഉടമകളായ പ്രവാചകന്മാരെ, അതല്ലെങ്കിൽ അതുപോലെയുള്ള മഹാന്മാരെ അവരെ കീഴ്പ്പെടുത്താൻ പ്രലോഭനങ്ങൾക്കോ അവരുടെ അത്യാവശ്യങ്ങൾക്കോ സാധ്യമല്ല എന്ന് ചുരുക്കം. 33-ാമത്തെ വരി وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. നേരത്തെ പറഞ്ഞല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മലകളിൽ സ്വർണമായി തരാം, പൊന്നിൻ്റെ മലയായി തരാം എന്ന് പറഞ്ഞു വന്ന പർവ്വതങ്ങളിൽ അവിടെ നിന്ന് കാണിച്ച ത്യാഗം, ആ ത്യാഗത്തെ മാറ്റുകൂട്ടും, ആ ത്യാഗത്തിന് മാറ്റും പകിട്ടും കൂട്ടും അവിടുത്തെ അത്യാവശ്യത്തോടു കൂടി തന്നെയാണ് അത്യാവശ്യത്തോടു കൂടെ നിലനിന്ന സന്ദർഭത്തിൽ തന്നെയാണ് അത് വേണ്ടെന്ന് വെച്ചത് എന്നത് ത്യാഗത്തിന് മാറ്റുകൂട്ടുമെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം പറയാം وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. وكيف تدعو എങ്ങനെ ക്ഷണിക്കാനാണ്, എങ്ങനെ പ്രേരിപ്പിക്കാനാണ്, ഇലദ്ദുന്യ ഭൗതികതയിലേക്ക്, ദുനിയാവിലേക്ക്, ഭൗതിക സുഖാഡംബരങ്ങളിലേക്ക് എങ്ങനെ പ്രേരിപ്പിക്കാനാണ്. ലറൂറത്തു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം, ഒരാളിൻ്റെ അത്യാവശ്യം, ഒരാളിന് വന്നു പിണഞ്ഞ അത്യാവശ്യം, ഒരാളിന് വന്നു ബാധിച്ച അത്യാവശ്യങ്ങൾ എങ്ങനെയാണ് ഭൗതികതയിലേക്ക് നയിക്കുക. ആരാണ് അയാൾ? ലൗലാഹു, ആ വ്യക്തി ആരാണ്? ലൗലാഹു, ആ വ്യക്തിയില്ലായിരുന്നുവെങ്കിൽ ലം തുഖ്റജ് ദുനിയ, ഈ ദുനിയാവ് തന്നെ പുറപ്പെടുവിക്കപ്പെടുമായിരുന്നില്ല. മിനൽ അദമി, ഇല്ലായ്മയിൽ നിന്ന് എവിടേക്ക്? ഉണ്മയിലേക്ക്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് ഈ ഭൗതിക ലോകം തന്നെ പുറപ്പെടുവിക്കുമായിരുന്നില്ല ആ മഹാനില്ലെങ്കിൽ. അങ്ങനെയുള്ള ഒരു മഹാൻ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് തന്നെ സൃഷ്ടിക്കപ്പെടാൻ കാരണം പ്രവാചക തിരുമേനിയാണ്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് പിന്നെ എത്ര അത്യാവശ്യമുണ്ടെങ്കിലും ആ ദുനിയാവിലേക്ക് തന്നെ ആ വ്യക്തി അഭയം തേടുക എന്നുള്ളതുണ്ടാവുക? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ദുനിയാവിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടില്ല, ദുനിയാവിൻ്റെ ഒരു പ്രലോഭനങ്ങൾക്കും അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന് സ്ഥാപിക്കുകയാണ് അദ്ദേഹം. എങ്ങനെ സാധിക്കാനാണ്? ഈ ഭൗതിക സുഖാഡംബരങ്ങൾക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ പ്രലോഭിപ്പിക്കാനും കീഴ്പ്പെടുത്താനും കഴിയാനാണ്? കാരണം ഈ ദുനിയാവ് തന്നെ ഉണ്ടായത് അവിടുത്തെ ഉണ്മയ്ക്ക് ശേഷമാണ്. അവിടുത്തെ ഉണ്മയില്ലെങ്കിൽ ദുനിയാവിൽ തന്നെ ഉണ്മയില്ല. ഈ പ്രപഞ്ചലോകത്തിന് തന്നെ സൃഷ്ടിപ്പില്ല നബി തങ്ങളുടെ സൃഷ്ടിപ്പില്ലെങ്കിൽ. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിട്ടായി ദുനിയാവ് തന്നെ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ ശേഷമാണ് ഈ ദുനിയാവിന് പോലും നിലനിൽപ്പുള്ളൂ. നബി തങ്ങളുടെ ശേഷം എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ നിലനിൽപ്പിൻ്റെ ശേഷം, നബി തങ്ങളുടെ നിലനിൽപ്പ് കാരണമായിട്ട് മാത്രമാണ് ഈ ദുനിയാവ് തന്നെ ഉണ്ടായത്. ഇതാണ് സത്യമെന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ആ നബി തിരുമേനിക്ക് ഒരു അത്യാവശ്യമുണ്ടായെന്ന് കരുതി, ഒരു പ്രയാസമോ ഒരു അത്യാവശ്യമോ ഉണ്ടായെന്ന് കരുതി ഈ ദുനിയാവിലേക്ക് അവിടെ നിന്ന് എങ്ങനെ ചായാനാണ്, ശരിയാനാണ്? ഈ ദുനിയാവിലേക്ക് എങ്ങനെ അവിടെ നിന്ന് ചെന്ന് പ്രാപിക്കാനാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിന് അതീതരാണ് എന്നർത്ഥം. ഈ ദുനിയാവ് തന്നെ സൃഷ്ടിക്കപ്പെട്ടത് അവിടത്തെ കാരണമായിട്ടാണ്. നബി തങ്ങൾ ഇല്ലെങ്കിൽ ലം തുഖ്റജ് ദുനിയ മിനൽ അദമി ഐ ലം തുഖ്ലഖ് ദുനിയ, ഈ ദുനിയാവ് തന്നെ സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല നബി തങ്ങൾ ഇല്ലെങ്കിൽ. ഇതാണ് സ്ഥിതി, ഇതാണ് സത്യം. എങ്ങിരിക്കെ പിന്നെ എങ്ങനെയാണ് തനിക്കൊരത്യാവശ്യം വരുമ്പോൾ, തനിക്കൊരത്യാവശ്യം വന്നെന്ന് കരുതി ആ ദുനിയാവിലേക്ക് താൻ ചെന്ന് അഭയം തേടുക, ആ ദുനിയാവിനെ പ്രാപിക്കുക? അതായത് ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാരണവശാലും ദുനിയാവിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടില്ല, വശപ്പെടില്ല. തനിക്ക് എന്തു തന്നെ അത്യാവശ്യങ്ങളുണ്ടെങ്കിലും ദുനിയാവിലേക്ക് ചെന്ന് അവിടെ നിന്ന് തല വെച്ചു കൊടുക്കില്ല. കാരണം ഈ ദുനിയാവ് തന്നെ പടക്കപ്പെട്ടത് നബിതങ്ങൾ പടക്കപ്പെട്ട ശേഷമാണ്, നബിതങ്ങൾ പടക്കപ്പെട്ട കാരണത്താലാണ്. നബിതങ്ങളില്ലായിരുന്നുവെങ്കിൽ, നബി തിരുമേനി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദുനിയാവ് തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ദുനിയാവിനെ ആശ്രയിക്കേണ്ട ഗതികേട് നബിതങ്ങൾക്ക് വരുന്നില്ല എന്നർത്ഥം. ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, ഈ പ്രപഞ്ചലോകങ്ങളൊക്കെയും പടക്കപ്പെടാൻ കാരണഭൂതനാണ് അങ്ങാണ്, അങ്ങില്ലെങ്കിൽ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന വചനം, അതല്ലെങ്കിൽ ആ അർത്ഥം കുറിക്കുന്ന വചനങ്ങൾ പ്രവാചക വചന സമാഹാരങ്ങളിൽ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ കഴിയും.
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിലക്കപ്പെട്ട കനി തിന്നതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിറങ്ങേണ്ടി വന്നപ്പോൾ പശ്ചാത്താപ നിർഭരമായ മനസ്സോടുകൂടി ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവോട് ഖേദിച്ചു മടങ്ങി പശ്ചാത്താപ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞ് ആ നബി തങ്ങളുടെ സ്ഥാനമഹാത്മ്യങ്ങൾ വെച്ച് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു എന്ന് കാണാം. അപ്പോൾ അള്ളാഹു ചോദിച്ചു, അള്ളാഹു പറഞ്ഞു, പ്രതികരിച്ചു. ആദം നബി അലൈഹി സ്വലാം തൻ്റെ പ്രാർത്ഥനകൾ നിറച്ചത് നബി തിരുമേനിയുടെ പേരുകൊണ്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമവും പേരും അവിടത്തേക്ക് അള്ളാഹുവിലുള്ള വലിയ സ്ഥാനമഹാത്മ്യവും ഒക്കെ എടുത്തു പറഞ്ഞ് ആദം നബി അലൈഹി സ്വലാം പ്രാർത്ഥനകൾ വിട്ടപ്പോൾ പശ്ചാത്തപിച്ചു മടങ്ങിയപ്പോൾ അള്ളാഹു പറഞ്ഞു എന്ന ഇത് സഅൽതനി ബിഹഖ്ഖിഹി ഫഖദ് ഗഫറതു ലക വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുക. നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ടാണ്, അവിടുത്തെ സ്ഥാന മഹാത്മ്യവും വലിപ്പവും വെച്ചാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് എന്നതുകൊണ്ട് തന്നെ ഫഖദ് ഗഫറതു ലക, അങ്ങേക്ക് ഞാൻ എല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയുകയും വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുക, നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ പ്രാർത്ഥനകളിൽ നിറഞ്ഞ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളില്ലേ, ആ വ്യക്തി അവർ ഇല്ലായിരുന്നുവെങ്കിൽ മാ ഖലഖ്തുക, അങ്ങയെ തന്നെ ഞാൻ പടക്കുകയും ചെയ്യുമായിരുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ ഔസത്തിലും, ഇമാം അബൂ നഈം അദ്ദേഹത്തിൻ്റെ ഹില്യയിലും, ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിലും, ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ദലായിൽ നുബുവയിലും മറ്റനേകം അയിമ്മത്തുകൾ അവരുടെ ഹദീസു സമാഹാര ഗ്രന്ഥങ്ങളിലും നിവേദനം ഉദ്ധരിച്ച ഒരു ഹദീസ് കൂടിയാണ്. അതിലേക്ക് ഉള്ള ഒരു സൂചന കൂടിയാണ് ഈ 33-ാമത്തെ വരിയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചത്. ഹാദാ വല്ലാഹു അഅലം വശുക്രൻ ലക്കും വല്ലാഹു യുബാരിക് ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.